അല്ലാഹു പറയാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട ഒരു ഇണയെ തന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. സുബ്ഹാൻ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അത്ഭുതങ്ങൾ കാണിക്കുന്ന, അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വമിൻ ആയാതിഹി, അതുപോലെയുള്ളൊരു ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്കൊരു ഭാര്യയെ തന്നത്, നിങ്ങൾക്കൊരു ഭർത്താവിനെ തന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സത്യത്തിൽ ഇതൊരു ദൃഷ്ടാന്തം തന്നെയാണ് അല്ലേ? ഇന്നലെ വരെ പരിചയമില്ലാത്തൊരു പെണ്ണ് ഇന്ന് രാത്രിയോടുകൂടി എൻ്റെ ജീവിത സഖിയാവുകയാണ്. പിന്നെ ഉമ്മയെക്കാളും വലുതായി ഈ പെണ്ണ് മാറാണ്. അത്ഭുതമല്ലേ അതൊക്കെ? ഒരു പെണ്ണിനെ ആണുങ്ങളെ കാണുമ്പോൾ മറഞ്ഞ് ഒളിച്ചു നിന്ന് ശരീരമൊക്കെ മറച്ച്, ഔറത്ത് മറച്ചു നിൽക്കേണ്ട പെണ്ണ് തൻ്റെ ശരീരം മുഴുവനും ഒരു എന്ന് പറയലോടുകൂടി പെണ്ണ് സമർപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ മറയില്ല. അപ്പോൾ ഒമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് ഭാര്യയെ നൽകിയത്, ഭർത്താവിന് നൽകിയത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എന്തിനാണിത് നൽകിയത്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്കിടയിൽ സന്തോഷമുണ്ടാവാൻ, നിങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാവാൻ, നിങ്ങൾക്കിടയിൽ ഒരു ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവാൻ. ഇതിനാണ് അള്ളാഹു കല്യാണം കഴിക്കാൻ പറഞ്ഞത്. സത്യത്തിൽ നമ്മുടെ കല്യാണങ്ങളൊക്കെ ഇങ്ങനെയാണോ? കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉസ്താദേ, എൻ്റെ കല്യാണം കഴിഞ്ഞത് മുതൽ എനിക്ക് റാഹത്താണ്, എൻ്റെ ജീവിതം ആകെ ഒരു ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് തോന്നിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറയാൻ കെൽപ്പുള്ള ആളുകളുണ്ടോ? അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. ദുആ ചെയ്യണമെന്ന്. അല്ലാഹുമ്മ അല്ലിഫ് ബൈനനാ കമാ അല്ലഫ്ത ബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്ത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബിന്റെയും അവിടുത്തെ ഭാര്യമാരുടെയും ഇടയിലുണ്ടായിരുന്ന ഇണക്കം, അതുപോലെയുള്ള ഒരു ഇണക്കം എന്റെയും എൻ്റെ ഭാര്യയുടെയും ഇടയിൽ നൽകണേ എന്ന് ദുആ ചെയ്യണം. ദുആ ചെയ്യാറുണ്ടോ? 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലിഫ് ബൈനനാ, അല്ലാഹുമ്മ അല്ലിഫ് ബൈനി ഒറ്റയ്ക്കാണെങ്കിൽ വബൈന സൗജതി, എന്റെയും എൻ്റെ ഭാര്യയുടെയും ഇടയിൽ നീ ഇണക്കം നൽകണേ, സ്നേഹം നൽകണേ. കമാ അല്ലഫ്ത ബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്ത്, അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ ഹബീബിന്റെയും ഭാര്യമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഇണക്കം, ആ ഒരു സ്നേഹം എൻ്റെ ദാമ്പത്യ ജീവിതത്തിലും നൽകണേ എന്ന് ദുആ ചെയ്യണം. അല്ലാഹു നൽകട്ടെ. സന്തുഷ്ടമായ കുടുംബമാക്കി അല്ലാഹു നമ്മുടെ കുടുംബങ്ങളൊക്കെ മാറ്റുമാറാവട്ടെ. വലിയൊരു ഉപകാരമാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാനാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തന്നു അല്ലാഹു. വജഅല ബൈനകും മവദ്ദ, ഇന്നലെ വരെ കണ്ടാൽ നോക്കാത്ത ചെറുപ്പക്കാരനെ സുവ്വജ്തുക എന്ന ഉപ്പയോട് പറയുമ്പോൾ, ഉപ്പ ഭർത്താവിനോട് പറയുമ്പോഴേക്കും ആ പെണ്ണ് ഈ ഭർത്താവിന്റെ കീഴിലാവുകയാണ്. പിന്നെ ഭർത്താവില്ലാതെ പെണ്ണിന് ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ നാട്ടിലെ ഏത് സിസ്റ്റാണ്? മരുമക്കത്തായാണോ അല്ല മറ്റേ സിസ്റ്റാണോ? പെണ്ണിൻ്റെ വീട്ടിൽ ആണ് താമസിക്കലാണോ അല്ല ആണിൻ്റെ വീട്ടിൽ പെണ്ണ് താമസിക്കലാണോ? ഏതാ? കാസർഗോഡ് ആ സ്റ്റൈലാണല്ലേ, കണ്ണൂർ സ്റ്റൈലല്ല. മാഷാ അല്ലാഹ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യമുണ്ടാക്കിയത്, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തന്നത് ഞാനാണ്. അതെന്റെ ദൃഷ്ടാന്തമാണ്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പെണ്ണ് പറയാണ്, എനിക്ക് ബോറടിക്കാൻ ഇവിടെ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഭർത്താവ് ആദ്യമൊക്കെ ഭാര്യയാണല്ലോ, വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞേക്കും. പെണ്ണ് 2 ദിവസമാകുമ്പോൾ ഭർത്താവിനെ വിളിക്കാൻ തുടങ്ങും, നിങ്ങളെന്താ വരാത്തത് അല്ലേ, നിങ്ങളെന്താ വരാത്ത, നിങ്ങളെ കാണുന്നില്ലല്ലോ. ഭർത്താവില്ലാതെ ഭാര്യയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കല്യാണം കഴിയലോടുകൂടി സംഭവിക്കുകയാണ്. ഇത് ആരാണ് ഉണ്ടാക്കിയത്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയത് അല്ലാഹുവാണ്.
ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുകയാണ്. കുടുംബജീവിതം അല്ലാഹു ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു കല്യാണം കൊണ്ട് തുടങ്ങിയതാണ് ഈ കുടുംബജീവിതം. കുടുംബജീവിതം പുലർത്താനും അല്ലാഹു പ്രോത്സാഹിപ്പിച്ചു. അല്ലാഹു പറയുന്നു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി ഫല്യസിൽ റഹിമ. നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരുപാട് കാലം ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദീർഘായുസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വയുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഭക്ഷണത്തിൽ വിശാലത വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആരുടെയും മുമ്പിൽ യാചിക്കാതെ, ഒരു നേരത്തെ അപ്പക്കഷ്ണത്തിന് വേണ്ടി കൈ നീട്ടാതെ, വളരെ റാഹത്തോടെ മരണം വരെ ഭക്ഷണം കഴിക്കുവാനും മക്കൾക്ക് നൽകുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനെന്താണ് ചെയ്യേണ്ടത്? ഫല്യസിൽ റഹിമ, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പോൾ ദീർഘായുസിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? രാവിലെ എണീച്ചിട്ട് പെണ്ണുങ്ങളൊക്കെ മാഷാ അല്ലാഹ് പർദ്ദ ഇട്ടിട്ടൊരു ജോഗിങ്ങിന് പോവാറുണ്ട് സുബഹിക്ക് മുമ്പ്, അല്ലേ? രാവിലെ എണീച്ചിട്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. രാവിലെ എണീറ്റാൽ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ വാതിന് പോയി അവിടെ താമസിച്ചാൽ രാവിലെ സുബൈക്കുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ കാണാം പർദ്ദയിട്ട പെണ്ണുങ്ങളൊക്കെ രാവിലെ ഇങ്ങനെ ടോർച്ചും പിടിച്ചിട്ട് നടക്കുന്നുണ്ടാകും സുബഹിക്ക് മുമ്പ്. എന്തിനാണത്? ഈ കൊഴുപ്പൊക്കെ പോയി തടിയൊക്കെ ഒന്ന് സ്ലിമ്മായി അല്ല ഗ്ലാമറായി നടക്കാനും ആയുസ്സൊന്ന് നീട്ടിക്കിട്ടാനുള്ള താല്പര്യമാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. മരണത്തിൽ നിന്ന് എത്ര ഓടാൻ ശ്രമിച്ചാലും മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ആംബുലൻസുകൾ സൈറൻ മുഴക്കി ഓടുന്നത് ആ ആംബുലൻസിലുള്ള രോഗിയെ എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന താല്പര്യത്തോടെയാണ്, അല്ലേ? ആംബുലൻസുകൾ സൈറൻ മുഴക്കി അമിതമായ വേഗത്തിൽ ഓടിപ്പോകുന്നത് അതിലുള്ള രോഗിയെ, അതിലുള്ള പേഷ്യന്റിനെ എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന താല്പര്യത്തോടെയാണ്. പക്ഷേ നിങ്ങൾ ഓടിപ്പോകുന്ന, വിരണ്ടോടിപ്പോകുന്ന പേഷ്യന്റിന് ജീവൻ നൽകാൻ നിങ്ങൾ പോകുന്നുണ്ട്. ആ മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, നിങ്ങൾ എത്ര വേഗതയിൽ പോയാലും. പക്ഷേ അവിടെ റൂഹ്, ആയുസ്സിന് വർധനവുണ്ടാവാൻ, ആയുസ്സിന് ദൈർഘ്യമുണ്ടാവാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫല്യസിൽ റഹിമ, കുടുംബബന്ധം പുലർത്തട്ടെ, കുടുംബബന്ധം പുലർത്തട്ടെ. കുടുംബബന്ധം പുലർത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. നിങ്ങൾ ചോദിക്കും, റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, പേന അള്ളാഹു എന്ന് തീരുമാനിച്ചു, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകളൊക്കെ ഉണങ്ങി, പിന്നെ ഇനി എൻ്റെ ആയുസ് നീട്ടിത്തരുമോ, അല്ലേ? കുടുംബബന്ധം പുലർത്തിയത് കാരണം എൻ്റെ ആയുസ് നീട്ടിക്കിട്ടുമോ എന്ന് സംശയം ഉണ്ടാകും. പണ്ഡിതന്മാർ രണ്ടഭിപ്രായമാണ് അവിടെ പറയുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യാൻ നമ്മൾക്ക് പറ്റും. കുടുംബബന്ധം പുലർത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് അതാണ് പറയുന്നത്. ആയുസിൽ ബറക്കത്തുണ്ടാകുമെന്ന് പറഞ്ഞാൽ 60 വർഷം ജീവിച്ച ആളെക്കാളും നന്മകൾ 40 വർഷം ജീവിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റും, അയാൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണെങ്കിൽ. രണ്ടാമത് പറഞ്ഞത് അള്ളാഹു മായ്ച്ചു കളയുമെന്ന് തന്നെയാണ്. യഹ്കുമു മാ യശാ വയുസ്ബിതു ഇൻദഹു ഉമ്മുൽ കിതാബ്, അള്ളാഹു വേണ്ടത് വിധിക്കും, അള്ളാഹുവിൻ്റെ നിയമം അള്ളാഹു മാറ്റിമറിക്കും ആവശ്യമുണ്ടെങ്കിൽ. അപ്പൊ കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുടെ ആയുസ് അള്ളാഹു ദീർഘിപ്പിച്ചു തരും എന്ന് തന്നെയാണ് ചില പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ ജോഗിങ് ഒക്കെ നല്ലതാണ്, എക്സസൈസും നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആഴ്ചയിലൊരു തവണ അല്ലെങ്കിൽ മാസത്തിലൊരു തവണ നമ്മുടെ കുടുംബക്കാരുടെ വീടുകൾ സന്ദർശിക്കുക. പോകുമ്പോൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു കവർ, എന്തെങ്കിലും ഒരു പൊതി, എന്തെങ്കിലും ഒരു ഗിഫ്റ്റുമായിട്ട് അവിടെ ചെല്ലുക.
തഹാദു തഹാബൗ, നിങ്ങൾ സമ്മാനം നൽകണം. തഹാബൗ, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. സമ്മാനം നൽകണം. വീടുകളിലേക്ക് പോകുമ്പോൾ കൈയും വീശി പോകുന്നതിന് പകരം ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകണം. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയെ സമീപിക്കുമ്പോൾ എന്നെങ്കിലും ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് ഭാര്യയ്ക്കൊരു മോതിരം വാങ്ങിച്ചു കൊടുക്കുക. ഭാര്യ ഇങ്ങനെ പിന്നാലെ കൂടി സൈക്കിൾ എടുത്തതിന് ശേഷം വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. എനിക്ക് കൈച്ചെയിൻ വേണം, 2 വർഷമായി പറയാൻ തുടങ്ങിയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇങ്ങനെ പിന്നാലെ സൈക്കിൾ എടുത്തപ്പോൾ വാങ്ങിച്ചു കൊടുത്തു. അതിൽ സ്നേഹമൊന്നും വർദ്ധിക്കില്ല. നമ്മളൊരു സർപ്രൈസായി ഭാര്യ അറിയാതെ ഭാര്യയ്ക്കൊരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുക. തുറന്നു നോക്കുമ്പോൾ മാഷാ അല്ലാഹ് കൈച്ചെയിനാണ്. എന്ത് സന്തോഷം ഉണ്ടാകും. പെണ്ണിന് പൊന്ന് കിട്ടുന്നതിനേക്കാളും സന്തോഷം വേറെ ഉണ്ടോ? കഴിയുന്നത് കൊടുക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ചെറിയ നമ്മൾ 2-4 പവനല്ല, എന്തെങ്കിലും ഒരു മോതിരം അല്ലെങ്കിൽ ഒരു കൈച്ചെയിൻ അല്ലെങ്കിൽ ഒരു പാദസരം അല്ലെങ്കിൽ വളകൾ, ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന സ്വർണം തന്നെ വേണമെന്നില്ല. തഹാദൗ, നിങ്ങൾ ഇടയ്ക്കിടെ സമ്മാനം കൊടുക്കുക. ഇടയ്ക്കിടെ സമ്മാനം കൊടുക്കുക. പെണ്ണ് ഭർത്താവിനും കൊടുക്കുക. നിന്നാൽ കഴിയുന്നത്, നമ്മളാൽ കഴിയുന്നത് ഭർത്താവിനും കൊടുക്കുക. തഹാബൗ, എന്നാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ഇത് പഠിപ്പിച്ചതാരാ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മളുടെ ദാമ്പത്യ ജീവിതം ഫെയിലിയറാണ്, അത് പരാജയമാണ് എന്ന് പറഞ്ഞ് നടക്കണ്ട. ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് സ്നേഹം വർദ്ധിക്കുന്നത്. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടം എന്താണ്? ഒന്ന്, നമ്മുടെ ആയുസ്സിൽ വർധനവുണ്ടാവും, ആയുസ്സിൽ ബർക്കത്തുണ്ടാകും. അതേപോലെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ അവർക്കുണ്ടാവൂല. അള്ളാഹു അവരെ സംരക്ഷിക്കുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഒരു ഹദീസ് കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസിൽ റഹിമ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ, അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, നീ ഒരു മുസ്ലിമാണെങ്കിൽ ഫല്യസിൽ റഹിമ, നീ കുടുംബബന്ധം പുലർത്തണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ അടയാളമാണ് കുടുംബബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ. തീരെ ബന്ധമില്ല, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, ഇത് മാറണം. ന്യൂക്ലിയർ ഫാമിലിയായി, അണുകുടുംബമായി ഞാനും എൻ്റെ മക്കളും ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കാം. മറ്റൊരാളുമായിട്ടൊരു ബന്ധമില്ല. സെൽഫിഷായി മാറാൻ പാടില്ല, സ്വാർത്ഥരായി മാറാൻ പാടില്ല. എല്ലാവരോടും ഇടപെട്ട് എല്ലാവരോടും ബന്ധം പുലർത്തി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതേപോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയം, ഈമാൻ സലാമത്തായി മരിക്കാൻ ആഗ്രഹമുണ്ടോ? മരണസമയത്ത് ഈമാൻ സലാമത്തായി ആഖിബത്ത് നന്നായി മരിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വയുദ്ഫഉ അൻഹു മൈതത്തുസ്സൂ, അവനിൽ നിന്ന് മോശപ്പെട്ട മരണമുണ്ടാവില്ല. കുടുംബബന്ധം പുലർത്തുന്ന ആളുകളിൽ മോശപ്പെട്ട മരണമുണ്ടാവൂല. ഈമാൻ സലാമത്തായി മരിക്കാൻ കുടുംബബന്ധം പുലർത്തുന്നവന് സാധിക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ മറ്റൊരു വശമുണ്ട്. കുടുംബബന്ധം തകർക്കുന്നവന് ഈമാൻ സലാമത്തായി മരിക്കാൻ പറ്റൂല. നമ്മുടെ കഥ എന്താ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഒരു വൃദ്ധയായ ഒരു ഉമ്മ വരുന്നത്. സാദേ, എൻ്റെ അയൽവാസി എന്നെ ദ്രോഹിക്കുന്നുണ്ട്, അവരെൻ്റെ കുടുംബക്കാരാണ്. തെങ്ങിൽ നിന്ന് തേങ്ങ വീണതിൻ്റെ പേരിൽ, അതിൻ്റെ മട്ടിലുകൾ വീണതിൻ്റെ പേരിൽ, ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളുടെ പേരിൽ എൻ്റെ കുടുംബക്കാരായ അയൽവാസികൾ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് ഒരു ഉമ്മ, പാവം ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെട്ടു, അവർ യാതൊരു മറുപടിയും തന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് പള്ളിയിൽ പറയണേ എന്ന് ഒരു ഉമ്മ വിഷമത്തോടെ പറയണമെങ്കിൽ, ഒരു ഉമ്മയുടെ കണ്ണുനീര് ഭൂമിയിലേക്ക് ഇറ്റുവീണാൽ എന്തുപകാരമാണ് നിന്റെ ജീവിതത്തിലുള്ളത്? ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് സമ്പത്തുണ്ടാക്കി, അപ്പുറത്തുള്ള അയൽവാസിയെ വേദനിപ്പിച്ച് നിന്റെ കുടുംബക്കാരന്റെ കണ്ണീര് കുടിച്ചിട്ട് നീ എത്ര കാലമാണ് ഇവിടെ ജീവിക്കുക? അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോവേണ്ടേ? അവിടെ പോയാൽ അള്ളാഹു എങ്ങനെയാണ് നമ്മളെയൊക്കെ സ്വീകരിക്കുക? സ്വന്തം കുടുംബക്കാരെ, കുടുംബബന്ധം വിച്ഛേദിച്ച് പരസ്പരം ചൊടിച്ചു നിൽക്കുന്ന ആളുകൾ, പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്ക് സ്വീകാര്യതയില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പിണങ്ങല്ലേ. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. എടുത്ത് നമ്മുടെ
എന്താണ് പെരിങ്ങത്തൂർ പള്ളിയിൽ പരിശുദ്ധമായ റമളാനിന്റെ ഒരു ദിവസം വഅദ് പറഞ്ഞപ്പോഴാണ് കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത്. കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകൾ, കുടുംബബന്ധം മുറിച്ച ആളുകൾ ആരെങ്കിലും ഒരാൾ ആ സദസ്സിലുണ്ടെങ്കിൽ ദുആഇന് ഇജാബത്ത് ലഭിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ സദസ്സിൽ നിന്ന് എണീറ്റ് പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഹജ്ജിന്റെ സമയങ്ങളിൽ അറഫ മൈതാനിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ വെച്ച് ഒരു പ്രഭാഷണം നടത്തി. ഒരുപാട് സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് പോവണേ, അല്ലാഹു അവരുള്ള സദസ്സിൽ മലക്കുകൾ ഇറങ്ങില്ല. ഒരുപാട് ദുആ ചെയ്യുന്നു, ഒരുപാട് സംഭാവന ചെയ്യുന്നു. ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപകൾ ഈ സദസ്സിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകൾ, എങ്ങനെയാണ് നമ്മുടെ ദുആഇന് ഉത്തരം ലഭിക്കുന്നത്? കുടുംബബന്ധം വിച്ഛേദിച്ച ഒരാൾ, പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് ദുആഇന് ഉത്തരമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോഴാണ് ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ നിന്ന് എണീറ്റ് പോകുന്നത്. അല്പം കഴിഞ്ഞ് സ്വഹാബി തിരിച്ചു വന്നു. നബി തങ്ങൾ ചോദിച്ചു, നീ മാത്രമാണല്ലോ ഇവിടെ നിന്ന് എണീറ്റ് പോയത്, എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് സ്വഹാബി പറഞ്ഞത്, നബിയെ, ഞാൻ വർഷങ്ങളായി എൻ്റെ കുടുംബവുമായി പിണങ്ങി നിൽക്കുകയായിരുന്നു. അവരോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയതാണ് നബിയെ. അവരോട് സലാം പറഞ്ഞു, അവരെന്നോടും സംസാരിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ബന്ധം ഊഷ്മളമാക്കിയതിനു ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത്. അല്ലാഹുവിന്റെ ഹബീബ് അപ്പോഴാണ് പറഞ്ഞത്, കുടുംബ ബന്ധം വിച്ഛേദിച്ച സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാക്കമാർ ഇറങ്ങില്ല എന്ന്. ഇത് പള്ളിയിൽ പറഞ്ഞപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്ന് എണീറ്റ് പോകുന്നത്. പെരുന്നാളിന്റെ പ്രഭാത കിരണങ്ങൾ പൊട്ടിവിടരുന്ന ആ ഒരു സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്. സാദേ, ഇങ്ങനെ ഒരു വാല് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ സദസ്സിൽ നിന്ന് എണീറ്റ് പോയിട്ടുണ്ട്. 8 വർഷത്തോളം സ്വന്തം സഹോദരനുമായി പിണങ്ങി നിൽക്കുന്ന സഹോദരനായിരുന്നു അയാൾ. ഇത് കേട്ടപ്പോ അദ്ദേഹം പോവുകയും സ്വന്തം സഹോദരനോട് സലാം പറഞ്ഞു. തിരിച്ച് സദസ്സിലേക്ക് വരുമ്പോ വാലൊക്കെ കഴിഞ്ഞ് ദുആ ചെയ്യുകയാണ്. ഇത് നിങ്ങളോട് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിളിച്ചത് എന്നൊരു സംഘാടകൻ എടുത്ത് പെരിങ്ങത്തൂർ പള്ളിയിൽ നിന്ന് പരിപാടി നടന്നപ്പോൾ ഒരു സംഘാടകൻ വിളിച്ചു പറഞ്ഞു. അതേപോലെ നിങ്ങളിൽ നിന്നും പിണങ്ങി നിൽക്കുന്ന ആളുകളിൽ ഒരു മാറ്റം വരണം. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാ? നിങ്ങൾക്ക് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് നന്നാവാനോ അല്ലെങ്കിൽ അവരുടെ പിണക്കം മാറ്റാനോ നിങ്ങളുടെ ഈഗോ സമ്മതിക്കുന്നില്ലെങ്കിൽ ദുആ ചെയ്യുന്ന സമയത്ത് അല്പൊന്ന് മാറി നിൽക്കുക, പുറത്തു നിൽക്കുക. കാരണം എന്തേ? പാവങ്ങളായ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നത് എന്തിനാ? ദുആക്ക് ഇജാബത്ത് ലഭിക്കണം. ദുആക്ക് ഒരുപാട് ആളുകൾ ആമീൻ പറയുമ്പോൾ ഒരാളുടെ ആമീൻ അല്ലാഹു സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ട് എവിടെയാണെങ്കിലും, ഇവിടെയല്ല, കുടുംബബന്ധം പിണങ്ങി നിൽക്കുന്ന ആളുകൾ, തെറ്റി നിൽക്കുന്ന ആളുകൾ, ഏത് അതിന്റെ സദസ്സിലാണെങ്കിലും ദുആയുടെ സമയമാകുമ്പോൾ അല്പമൊന്ന് മാറി നിൽക്കുക, സദസ്സിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങട്ടെ. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റി നിൽക്കാൻ തന്നെയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അല്ലാഹു നിങ്ങളുമായിട്ടുള്ള ഇടപാടാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഏതായാലും കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾക്ക് മോശമായ മരണമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ചെന്നപ്പോൾ ആദ്യമായി പറഞ്ഞൊരു വിഷയമുണ്ട്. യാ അയ്യുഹന്നാസ് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കും. വാല് കഴിഞ്ഞു, വീട്ടിലേക്ക് ചെന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഭാര്യയ്ക്കൊരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണം, മുസാഫഹത്ത് ചെയ്യണം. ഭാര്യ ഭർത്താവിന് സലാം പറയണം, മക്കൾക്ക് സലാം പറയണം, ചങ്ങാതിമാരോട് സലാം പറയണം. അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. കുടുംബങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകാനും സ്നേഹമുണ്ടാകാനും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടേ, സ്നേഹം വർദ്ധിക്കാൻ ഒരു ഐഡിയ വേണം. എന്താ? സലാം പറയാ. സലാം പറഞ്ഞാൽ സ്നേഹം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അഫ്ശുസ് സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. വഅത്ഇമുത് ത്വആം, നിങ്ങൾ ഇടയ്ക്കിടെ ഭക്ഷണം നൽകണം, ഇടയ്ക്കിടെ സൽക്കാരം നൽകണം.
നിങ്ങൾ അധ്വാനിക്കുക, ഗൾഫിൽ പോയിട്ട് ഒരുപാട് സമ്പാദിക്കുക, നിങ്ങളും നിങ്ങളുടെ മക്കളും തിന്ന്, അത് വേണ്ട. എപ്പോഴെങ്കിലും കല്യാണം ഉണ്ടാകുമ്പോൾ വമ്പിച്ചൊരു കല്യാണം നടത്തുക, അതൊന്നുമല്ല. ഇടയ്ക്കിടെ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുക. ഭക്ഷണം നൽകുന്നത് ഇസ്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ച വിഷയമാണ്. നാട്ടുകാരെ വിളിക്കുക, അടുത്ത ചങ്ങാതിമാരെ വിളിക്കുക, കുടുംബക്കാരെ വിളിക്കുക. ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാദാപുരത്തൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വടച്ചോനെ ഒരു ടേബിൾ നിറയെ ഭക്ഷണമാണ്. ഇത് ടേബിൾ നിറയെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ വേണമെന്നില്ല. നമ്മളാൽ കഴിയുന്ന ഒരു ഭക്ഷണം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കുടുംബക്കാരെയൊക്കെ വിളിച്ചു ചേർക്കുക. ജോലിയിൽ ബറക്കത്തുണ്ടാകും, വീട്ടിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സ്വർഗത്തിലേക്കുള്ള കാൽവെപ്പുകൾ അടുത്തുകൊണ്ടിരിക്കും ഇങ്ങനെ സൽക്കാരം നൽകുന്ന ആളുകൾ. ഇടയ്ക്കിടെ സൽക്കാരം നൽകുക. അതുകൊണ്ടാണല്ലോ ഉസ്താദുമാരൊക്കെ വേദനയൊക്കെ വരുമ്പോൾ പല ആളുകൾ മത്സരിക്കുന്നത്, ഞാൻ ഭക്ഷണം കൊടുക്കാം, ഞാൻ ഭക്ഷണം കൊടുക്കാം, അല്ലേ? ചില ആളുകൾ പറയും 3 ദിവസം വേദാണെങ്കിൽ 3 ദിവസം ഞാൻ തന്നെ കൊടുക്കാം. നമ്മളിവിടെ ജാതിയേരി വന്നില്ലേ, നമ്മുടെ ഇസ്മായിൽ ഖാൻ്റെ വീട്ടിലെ ഭക്ഷണം ഉണ്ടായത്. ഞാൻ ചോദിച്ചു ഇന്നലെ എവിടെ തന്നെ, മിഞ്ഞാന്ന് എവിടെ തന്നെ. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ താല്പര്യമാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ 3 ദിവസവും ഞാൻ തന്നെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അങ്ങനെ എന്ത് ചെയ്യുക, സൽക്കാരം കൊടുക്കാൻ തൽപരരായിരിക്കുക. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെ ഒരു തൽപരരാണെന്ന് എനിക്കറിയാം. അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ. ഭക്ഷണം നൽകണം, നന്നായി ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, കുടുംബബന്ധം നിങ്ങൾ ചേർക്കണം. കുടുംബബന്ധം തെറ്റി നിൽക്കാൻ പാടില്ല, പിണങ്ങി നിൽക്കാൻ പാടില്ല, അകന്നു നിൽക്കാൻ പാടില്ല. വസിലുൽ അർഹാം. ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? തഹജ്ജുദ് നിസ്കരിക്കുക. ജാതിയേരിയിൽ വാല കഴിഞ്ഞപ്പോ ഞാൻ പ്രിയപ്പെട്ട നസറുദ്ദീന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. എല്ലാവരും വിഷമത്തോടെ, ഉപ്പയും ഉമ്മയും ഒക്കെ വിഷമത്തോടെ കാത്തിരിക്കും, എങ്ങനെയാണ് അവരെ ഫേസ് ചെയ്യുക എന്ന ഒരു പേടിയോടെയാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ഏകദേശം 1 മണിയായിട്ടുണ്ട്. എനിക്ക് വിഷമമായി. പാവം ഇല്ലെങ്കിലേ വിഷമമാണ്, ആ കുടുംബത്തെ ഇനിയും വേദനിപ്പിക്കണോ ഇത്ര സമയം കാത്തു നിന്നിട്ട് എന്നൊക്കെ. എങ്ങനെ ഇവരെ ഫേസ് ചെയ്യും, എന്താണ് സംസാരിക്കേണ്ടത് എന്ന ഒരു വെപ്രാളത്തോടെ ഞാൻ വീട്ടിലേക്ക് പോയി. പക്ഷേ അവിടെയുള്ള ഉപ്പയും ഉമ്മയും നല്ല മനക്കരുത്തുള്ള ആളുകളാണ്, നല്ല മനക്കരുത്തുള്ള ഉപ്പയും ഉമ്മയും. അള്ളാഹു അവർക്ക് സ്വർഗം നൽകട്ടെ. എന്നെ പുഞ്ചിരിച്ചുകൊണ്ട് കൈനീട്ടി സ്വീകരിച്ചു ഉപ്പ പറയാൻ, ഉസ്താദേ എൻ്റെ മകൻ തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാറില്ല. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നാളെ ഒരു വിഷയവുമായിട്ട് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്, എന്നാലും ഇങ്ങനെ തഹജ്ജുദിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഏത് നിമിഷത്തിലാണ് നമ്മളൊക്കെ മരിച്ചു പോവുക എന്ന് പറയാൻ പറ്റൂല. പക്ഷേ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് നല്ലത് പറയിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അവിടെ ചെന്നപ്പോ, വേളത്ത് ചെന്നപ്പോ നസറുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നല്ലതല്ലാതെ ഒരാൾക്കും പറയാനില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ, എല്ലാവർക്കും നല്ല അഭിപ്രായം. ജമാഅത്തിന് കൃത്യമായി പോകുന്ന ചെറുപ്പക്കാരൻ, ഉപ്പയ്ക്ക് സമാധാനവും അത് തന്നെ. നാളെ എൻ്റെ സംരക്ഷകനായി ഈ മകൻ വരുമെന്നൊരു പ്രതീക്ഷയാണ്. അതാണ് ആ ഉപ്പയ്ക്ക് മനക്കരുത്ത് നൽകിയത്, അതാണ് ആ ഉമ്മയ്ക്ക് മനക്കരുത്ത് നൽകിയത്. പൊതുവെ ഉമ്മമാർ മനക്കരുത്തുള്ള ആളല്ല. ഉമ്മ പോലും സുസ്മേരവദനയായി സന്തോഷത്തോടെ വല്ലാത്ത മനക്കരുത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുട്ടിയെ അല്ലാഹു റൂഹ് പിടിച്ചു കൊണ്ടുപോയാൽ, ഒരു കുട്ടി മരിച്ചു പോയാൽ, അല്ലാഹുവിന്റെ മാലാഖമാരോട് അല്ലാഹു ചോദിക്കും, അഖബൽതും സമറത ഫുആദി, അവന്റെ കരളിന്റെ കഷ്ണമായ മകന്റെ റൂഹ് നിങ്ങൾ പിടിച്ചോ എന്ന് മലക്കുകൾ പറയും. അതേ അല്ലാഹ്, അവന്റെ കരളിന്റെ കഷ്ണമായ മകന്റെ റൂഹ് ഞാൻ പിടിച്ചു എന്ന്. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, എന്താണ് അവന്റെ ഉപ്പ ചെയ്തത്, എന്താണ് അവന്റെ ഉമ്മ ചെയ്തത്? ആ നസറുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്. മലക്കുകൾ പറയുന്നു, ഹമിദല്ലാഹ്,
അല്ലാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളും അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരല്ലേ, ഇത് അല്ലാഹുവിന്റെ ഖളാ അല്ലേ എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ചു. കരയുന്നത് സ്വാഭാവികമാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതൊന്നും ക്ഷമയ്ക്കെതിരല്ല. എന്നാൽ ക്ഷമിക്കാനും മനക്കരുത്ത്, മറ്റുള്ളവരോട് വേവലാതി പറയാതെ, കരഞ്ഞ് കരഞ്ഞ് തളരാതെ, അവിടെ ശരീരമാസകലം മുടിയും ആകെ പരത്തിയിട്ട് വിടർത്തിയിട്ട് ഒച്ച വെക്കാതെ മനക്കരുത്തോടുകൂടി തന്റെ മരണത്തെ സ്വീകരിച്ച ആ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വർഗത്തിലൊരു മനോഹരമായ വീട് നിർമ്മിക്കണമെന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫസമ്മൂഹു ബൈത്തുൽ ഹംദി, ആ വീട്ടിന് സ്തുതിയുടെ വീട് എന്ന് പേരിടണേ. മൻസിൽ എന്ന് നമ്മൾ പറയൂലേ, ബിസ്മില്ലാ മൻസിൽ എന്നൊക്കെ, അതേപോലെ സ്തുതി മൻസിൽ, ഹംദ് മൻസിൽ, സ്തുതിയുടെ വീട് എന്ന പേര് ആ വീടിന് വെക്കണം. ഇത് ഈ കുട്ടിയുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നൽകണം എന്ന് അല്ലാഹു മലക്കിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അങ്ങനെയുള്ള വീട് ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കൾക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ ചെറുപ്പക്കാരനെ കുറിച്ച് നല്ലതേ അവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലൂടെ ഒരു മയ്യിത്ത് ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴേക്കും സ്വഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തോരു നല്ല മനുഷ്യനായിരുന്നു ഇയാൾ, എന്തോരു നല്ല മനുഷ്യനാണ് ഇയാൾ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വജബത് വജബത്. സ്വഹാബാക്കൾക്ക് മനസ്സിലായില്ല എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് ഉദ്ദേശിച്ചത് എന്ന്. പിന്നെ ഒരുപാട് ദിവസം കഴിഞ്ഞപ്പോ മറ്റൊരു മയ്യിത്തും കൂടി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലൂടെ കൊണ്ടുപോകപ്പെട്ടു. സ്വഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ മനുഷ്യൻ ചീത്ത മനുഷ്യനാണ്, മോശപ്പെട്ട വികൃതമായ സ്വഭാവമുള്ള മനുഷ്യനാണ്, അവന്റെ സ്വഭാവം തീരെ പോരാ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വജബത്, അയാൾക്കും നിർബന്ധമായി. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് നിങ്ങൾ വജബത്ത് എന്ന് പറഞ്ഞത്? അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു, എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ആ മയ്യിത്തിന് നിർബന്ധമായിരിക്കുന്നു. ഒരാളുടെ മരണശേഷം ഒരാളെ കുറിച്ച് നന്മകളാണ് ആളുകൾക്ക് പറയാനുള്ളതെങ്കിൽ അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. ഒരാളുടെ മരണശേഷം അയാളെ കുറിച്ച് മോശമാണ് ആളുകൾക്ക് പറയാനുള്ളതെങ്കിൽ അയാൾ പോകുന്നത് നരകത്തിലേക്കാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സൂചന നൽകുമ്പോ പാവപ്പെട്ട നസ്രുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സമസ്തയുടെയും അതേപോലെ തന്നെ പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിക്കേണ്ടി വന്ന ചെറുപ്പക്കാരൻ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. അവന്റെ ഗുഹ്യാവയവങ്ങളിൽ ഹറാമിൽ പോകാതെ തെറ്റിലേക്ക് സഞ്ചരിക്കാതിരിക്കാൻ നിങ്ങൾ കല്യാണം കഴിക്കണം. അതിന് മാതാപിതാക്കൾ മുൻകൈയെടുക്കണം. ഇന്ത്യയുടെ നിയമപ്രകാരം 22 വയസ്സായാൽ പിന്നെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണം. 18 വയസ്സായ ഒരു പെണ്ണുണ്ടെങ്കിൽ അവൾക്കും കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണം. നിക്കാഹൊക്കെ പെട്ടെന്ന് കഴിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. നിക്കാഹ് കഴിച്ചു കൊടുക്കുക. നിക്കാഹ് കഴിച്ചാൽ പിന്നെ അവരുടെ വീട്ടിൽ പോയി താമസിക്കണമെന്ന നിയമമൊന്നുമില്ലല്ലോ. നിക്കാഹ് കഴിച്ചു കൊടുക്കുക. പിന്നെ എനിക്കൊരു ഭർത്താവുണ്ടല്ലോ, എനിക്കൊരു ഭാര്യ ഉണ്ടല്ലോ, അതുകൊണ്ട് മറ്റൊരാളെ ഞാൻ എന്തിനാ നോക്കുന്നത്, എന്തിനാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് എന്ന ഒരു ബോധം ഈ പെണ്ണിനും ആണിനും ഉണ്ടാകും. അവന്റെ ദീനിന്റെ 2/1 ഭാഗം കല്യാണത്തോടുകൂടി സൂക്ഷിക്കപ്പെടും, സൂക്ഷിക്കാൻ അവന് സാധിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാര, 22 വയസ്സായാൽ 18 വയസ്സായാൽ പിന്നെ നിങ്ങൾ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണം. കല്യാണം കഴിക്കുമ്പോൾ തന്നെ ദീനിന്റെ പകുതി ഭാഗം സംരക്ഷിക്കപ്പെടും, പിന്നെ മറ്റുള്ള പകുതി ഭാഗം അത് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇവിടെ ഗൗരവമുള്ള വിഷയം എന്താ? സമയമായി കല്യാണം കഴിച്ചു കൊടുക്കാതെ ഈ പെൺകുട്ടിയോ ആൺകുട്ടിയോ അന്യ പുരുഷന്മാരോട് ചാറ്റ് ചെയ്യുകയോ അന്യ പുരുഷന്മാരോട് സംസാരിക്കുകയോ ചെയ്താൽ, എനിക്ക് പല വിഷയങ്ങളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഒരു ഓപ്പൺ സദസ്സാകുമ്പോൾ പലതും പറയാൻ പറ്റുന്നില്ല. പാരൻസ് മാത്രമുള്ള സദസ്സാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അവിടെ കുട്ടികളുണ്ടാകും. ചില കാര്യങ്ങളൊക്കെ, ചില കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് കുട്ടികൾ എന്താ പഠിക്കുക? ഇത് ചെയ്യാൻ പാടില്ല എന്നല്ല പഠിക്കുക. ഈ കുറ്റം എനിക്കും എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുക. തമാശയല്ല. നമ്മളൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ ഒഴിവാക്കിയ വിഷയം, ഏതായാലും അങ്ങനെ ഒരു വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്താൽ കുട്ടികൾ അതിൻ്റെ വഴി തെറ്റ് ചെയ്യാനുള്ള വഴി അവരതിൽ നിന്ന് കണ്ടെത്തും. സിനിമ കണ്ടാൽ അതിൽ നിന്ന് ചില ആളുകൾ എന്താ ശ്രദ്ധിക്കുക? മോഷണം എങ്ങനെ നടത്താമെന്നാണ്.
അതിലിങ്ങനെ നടൻ ഇങ്ങനെ അല്ലെങ്കിൽ വില്ലൻ ഇങ്ങനെ മോഷണം നടത്തുന്നുണ്ട്, ഇങ്ങനെ പോയാൽ എനിക്കും എളുപ്പമാണ്, പിടിക്കാൻ വഴി സാധ്യത കുറവാണ് എന്നാണ് അവന് ചിന്തിക്കുക. അങ്ങനെ തെറ്റിലേക്ക് അവനും അടുക്കുമോ എന്ന ഭയമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുക. അലാം വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുക. രക്ഷിതാക്കളോട് പറയാൻ, ഉറങ്ങാൻ കിടക്കുമ്പോൾ മക്കളൊക്കെ ഫോൺ വാങ്ങാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അലാം വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങും. സ്കൂളിൽ നിന്ന് കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ സീനിയേഴ്സ് പല ചിപ്പുകളും കൈമാറുന്നു എന്ന് 2 ദിവസം മുമ്പ് ഞാനൊരു കൗൺസിലറുമായി സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്, ബഷീർ ഡാട്ട് എന്ന് പറയുന്ന ഒരു കൗൺസിലർ, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളായിരിക്കും. അദ്ദേഹവുമായി ഇങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്കൂളിൽ നിന്ന് ആൺകുട്ടികൾ ചില ചിപ്പുകൾ പെൺകുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ആ ചിപ്പുമായിട്ട് പെൺകുട്ടികൾ വീട്ടിൽ വരിക, പിന്നെ ഉമ്മയുടെയോ ഉപ്പയുടെയോ ഫോൺ വാങ്ങിച്ച് റൂമിൽ പോവും. എന്നിട്ട് ഉമ്മയോട് പറയും, ഞാൻ അലാം വെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ നെറ്റിലൊന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീട്ടിൽ പോയി അവൾ ഒറ്റയ്ക്കാണ്, ആരുമില്ല, ഈ ചിപ്പ് ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യും, പിന്നെ ചിപ്പിലുള്ളതൊക്കെ പെണ്ണ് കാണും. സർവ്വസാധാരണമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനിവിടെ പറയാൻ കാരണം നിങ്ങളിത് ചെയ്യാനല്ല, ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കാനാണ്. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ മക്കളുടെ തലയിണയുടെ അടിയും മക്കളുടെ ബാഗും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ നമ്മളല്ലാതെ പിന്നെ ആരെ നന്നാക്കുക? നമ്മുടെ മക്കളെ നന്നാക്കാൻ പള്ളിയിൽ ഉസ്താദൊന്നും വരില്ല, നാട്ടിലെ ഹെഡ് മാഷോ HM ഒന്നും വരില്ല. നമ്മൾ നന്നാക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. പെണ്ണുങ്ങളൊക്കെ പേടിക്കാൻ പഠിച്ചോൻ ഉസ്താദ് ഐഡിയം പറഞ്ഞു കൊടുത്തോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഏതായാലും ഈ ഒരു വിഷയം ശ്രദ്ധിക്കുക. പ്രായപൂർത്തിയെത്തി, കല്യാണത്തിന്റെ സമയമെത്തി, മാതാപിതാക്കൾ കല്യാണം കഴിക്കാൻ ശുഷ്കാന്തി കാണിച്ചില്ലെങ്കിൽ, ഈ പെണ്ണോ ആണോ തെറ്റ് ചെയ്താൽ, വ്യഭിചാരത്തിലേക്ക് അടുത്തുപോയാൽ, അവർ ചെയ്യുന്ന തെറ്റിന്റെ ഒരു ഓഹരി മാതാപിതാക്കൾക്കുമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു കൺകുളിർമയുള്ള മക്കളാക്കട്ടെ. ദുആ ചെയ്യണം. ചെറുപ്പക്കാരാ, നല്ലൊരു പെണ്ണ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ചെറുപ്പക്കാരി, നല്ലൊരു ഭർത്താവ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. കല്യാണം കഴിഞ്ഞവർ ദുആ ചെയ്യണം, എൻ്റെ ഭാര്യ കൺകുളിർമയുള്ളവരാകാൻ, എൻ്റെ ഭർത്താവ് കൺകുളിർമയുള്ളവരാകാൻ. ഉപ്പമാരും ഉമ്മമാരും ദുആ ചെയ്യണം, എൻ്റെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ ചെയ്യാറുണ്ടോ ഉമ്മമാരെ ഉപ്പമാരെ? നമ്മൾ പറയാറുണ്ടല്ലോ, എൻ്റെ മകൻ വഴി പിഴച്ചു പോയി എന്ന്. എന്നാൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ദുആ ചെയ്യാറുണ്ടോ? റബ്ബനാ, എൻ്റെ റബ്ബേ, ഹബ് ലനാ, നീ എനിക്ക് നൽകണേ, മിൻ അസ്വാജിനാ, എൻ്റെ ഭാര്യയെ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, ഖുർറത അഅ്യുനിൻ, കൺകുളിർമയോ. എല്ലാവരും ദുആ ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് കൺകുളിർമയുള്ള ഭാര്യയെ നൽകണം എന്ന് മാത്രമല്ല. നമുക്ക് ഏതായാലും ഭാര്യ കല്യാണം കഴിഞ്ഞില്ലേ, രണ്ടാമതൊരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കണ്ട. മനസ്സിലായ? റബ്ബന, എൻ്റെ റബ്ബേ, ഹബ് ലനാ, എനിക്ക് നൽകണം, മിൻ അസ്വാജിനാ, എൻ്റെ ഭാര്യയിൽ നിന്ന് കൺകുളിർമയുള്ള ഭാര്യയെ നൽകണം എന്ന അർത്ഥം മാത്രമല്ല അതിലുള്ളത്. കല്യാണം കഴിച്ച ആളെങ്ങനെ ദുആ ചെയ്യും എന്നർത്ഥം മാത്രമല്ല. കല്യാണം കഴിഞ്ഞവർ ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, എൻ്റെ ഭാര്യയെ കൺകുളിർമയുള്ളവളാക്കണേ അല്ലാ, എൻ്റെ ഭർത്താവിനെ കൺകുളിർമയുള്ളവളാക്കണേ അല്ലാ. എപ്പോഴാണ് കൺകുളിർമയുണ്ടാവുക? എപ്പോഴാണ് ഒരാളുടെ കണ്ണിന് കുളിർമ ലഭിക്കുക? എപ്പോഴാണ് ഒരാൾക്ക് സമാധാനം ലഭിക്കുക? ആ ഭാര്യയെ കൊണ്ടൊരു ഉപകാരം ലഭിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. ആ മക്കൾ കാരണം ഒരു അഭിമാനം നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് കുളിർമ ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നാളെ പോവാം. യുവത്വത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, യുവത്വമൊക്കെ. എന്നാൽ അതുമായൊക്കെ ടച്ച് ചെയ്ത് ഈ ഒരു വിഷയമായിട്ട് നമ്മുടെ മക്കളെ കാര്യം പറഞ്ഞാൽ പോരെ. അവിടെ സംഘാടകർ ഇൻഷാ അല്ലാഹ് മക്കള്, പിന്നെ കല്യാണം കഴിഞ്ഞ് മക്കളെ വളർത്തുന്ന ആ ഒരവസ്ഥ, മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ, കോട്ടങ്ങൾ, ആ ഒരു മേഖലയിലൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ പോവാം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ റബ്ബന, ചെറുപ്പക്കാരികളും വയസ്സന്മാരും അല്ലാത്തവരും എല്ലാവരും ഈ ദുആ പഠിക്കണം. വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ശ്രേയ ഘോഷാലിൻ്റെ പാട്ട് പഠിക്കുന്ന റിസ്ക് ഒന്നും ഇത് പഠിക്കാനില്ല. മനസ്സിലായ? പിള്ളമാർക്കൊക്കെ പാട്ടറിയാം, വലിയ നീണ്ട പാട്ടൊക്കെ പുഷ്പം പോലെ പാടും. ഹിന്ദി പാട്ട്, ഹിന്ദി അറിയില്ല, ഒരു ചുക്കും അറിയില്ല. ഹിന്ദി ഒരു ചുക്കും അറിയാത്ത പിള്ളമാരും ചെറുപ്പക്കാരൊക്കെ ഹിന്ദി പാട്ട് ഇങ്ങനെ പാടി നടക്കും. പഠിച്ചോനെ, എവിടുന്നാണ് ഇപ്പോൾ ഇവർക്ക് ഇത് കാണാൻ പഠിച്ചത്?
വളരെ എളുപ്പത്തിൽ പഠിക്കും. പക്ഷെ ഒരു ദുആ പഠിക്കാൻ പറഞ്ഞാൽ 4-5 ദിവസം ഇങ്ങനെ കുത്തിരുന്ന് പഠിച്ചാൽ എന്താവൂല, തലയിൽ കയറൂല. എന്തേ? ഇങ്ങോട്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണത്. അവിടെ നല്ല താല്പര്യം, അല്ലാത്ത ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഒരിക്കൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലത് പതിയും. താല്പര്യമില്ലാതെ റബ്ബന തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? താല്പര്യത്തോടെ പഠിക്കുക. റബ്ബന, എൻ്റെ റബ്ബേ, ഹബ്ലനാ മിൻ അസ്വാജിനാ, എൻ്റെ ഭാര്യ എനിക്ക് നീ കൺകുളിർമയുള്ള ഭാര്യയെ നൽകണേ എന്ന് ആണും, കൺകുളിർമയുള്ള ഭർത്താവിന് നൽകണേ എന്ന് പെണ്ണും. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എൻ്റെ ഭാര്യയെ ദീനീബോധമുള്ളവരാക്കണേ എന്ന് ആണും, എൻ്റെ ഭർത്താവിനെ ദീനീബോധമുള്ളവനാക്കണേ എന്ന് പെണ്ണും ദുആ ചെയ്യണം. വദുരിയാതിനാ ഖുർറത അയുനിൻ, എൻ്റെ മക്കളെയും കൺകുളിർമയുള്ളവനാക്കണം. അതുമാത്രം മതിയോ? ഭാര്യയും മക്കളും നന്നായാൽ മതിയോ? പോരാ, ഞാനും നന്നാവണം. അതിന് തൊട്ടടുത്ത് ദുആ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹുവേ എന്നെ നീ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ. മുത്തഖി അല്ല, മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ചെയ്യല്ല എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക. മുത്തഖിയാവാൻ എളുപ്പമാണ്. അല്ല, മുത്തഖീങ്ങളെ ഹറാമ് ചെയ്യാതിരിക്കുക, ഹലാലും സുന്നത്തും ഒരു ചെയ്യുക. അപ്പോൾ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, അല്ലാഹുവേ മുത്തഖീങ്ങളുടെ നേതാവാക്കണേ എന്നെ. എന്നെ നീ മുത്തഖീങ്ങളുടെ നേതാവാക്കണം. എൻ്റെ ഭാര്യയെ ആക്കി ടണ്ട കണ്ണിൻ്റെ കുളിർമയുള്ളവളാക്കണം. എൻ്റെ മകനെ സ്വാലിഹാക്കണം എന്ന ദുആ എല്ലാവരും പഠിക്കുക. എല്ലാ നിസ്കാര ശേഷവും ദുആ ചെയ്യുക. പെണ്ണുങ്ങൾ ആരോ ചോദിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. ഒന്ന്, ഈ ദുആ ചെയ്യുക. 2, അല്ലാഹുമ്മ അല്ലിഫ് ബൈനനാ, അല്ലാഹുമ്മ അല്ലിഫ് ബൈനനാ കമാ അല്ലഫ്ത ബൈനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. അല്ലാഹുവേ, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഇടയിൽ, എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഇടയിൽ, നബിയുടെയും നബിയുടെ ഭാര്യമാരുടെയും ഇടയിലുണ്ടായിരുന്ന ഇണക്കം നൽകി അനുഗ്രഹിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ അല്ലിഫ് ബൈനി വബൈന സൗജതി, അല്ലാഹുമ്മ അല്ലിഫ് ബൈനി വബൈന സൗജി കമാ അല്ലഫ്ത ബൈനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്ത്. കേട്ടല്ലോ? ഒന്നും കൂടി, അല്ലാഹുമ്മ അല്ലിഫ് ബൈനി വബൈന സൗജി കമാ അല്ലഫ്ത ബൈനൻ നബിയ്യി വഅസ്വാജിഹി ത്വാഹിറാത്ത്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെയും അവിടുത്തെ ഭാര്യമാരുടെയും ഇടയിലുണ്ടായിരുന്ന ഇണക്കം പോലെ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഇടയിൽ ഇണക്കം നൽകണേ എന്ന ദുആയാണത്. എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഇടയിൽ ഇണക്കം നൽകണേ എന്നുള്ള ദുആയാണത്. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം അല്ലാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ലതേ പറയാൻ പാടുള്ളൂ, ചീത്ത പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അവരെ നന്നായി സ്നേഹിക്കണം. അള്ളാഹുവിന്റെ ഹബീബിന് വാർദ്ധക്യ സമയത്താണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. 53-ാമത്തെ വയസ്സിലാണ് അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. മദീനയിൽ വെച്ചാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം നടക്കുന്നത്. ആ ആയിഷ ബീവിയുമായിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം എത്രയായിരുന്നു! ഈ ആയിഷ ബീവി അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി എത്രത്തോളമാണ് കഷ്ടപ്പെട്ടത്. മറ്റുള്ള ഭാര്യമാർക്കൊന്നും എന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പത്നി ആഗ്രഹിച്ചത്. ഓറിയന്റലിസ്റ്റുകൾ പറയുന്നത് പോലെ, ചില സാമൂഹിക ദ്രോഹികൾ പറയുന്നത് പോലെ, ചില ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ചൊരു ചുക്കുമറിയാത്ത ചില ആളുകൾ പറയുന്നത് പോലെ ആയിഷ ബീവിക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ കല്യാണം കഴിക്കുന്നതിൽ യാതൊരു വെറുപ്പും ഉണ്ടായിട്ടില്ല. ആഗ്രഹിച്ചു പോയി, മത്സരിച്ചു പോയി. അള്ളാഹുവിന്റെ ഹബീബിന് മറ്റുള്ള ഭാര്യമാരെക്കാൾ എന്നോട് സ്നേഹം വേണമെന്ന് എത്രയോ സംഭവങ്ങളില്ലേ. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, ഞാൻ മനോഹരമായ ഒരു കറി പാചകം ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ടൊരു ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ വരുമോ? വിളിക്കൂലേ? നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ ഉസ്താദുമാരൊക്കെ പള്ളിയിൽ നിന്ന് വിളിക്കൂലേ? അതേപോലെ നിങ്ങൾ എണീറ്റ് ഉറക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് സമയത്തിലായി.
10 മണി 10:12 1 മണിക്കൂർ കഴിഞ്ഞു അല്ലേ? ഒന്നെണീറ്റിരിക്കുക എല്ലാവരും. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. പ്രയാസമുള്ള ആൾ വേണ്ടേ, ബുദ്ധിമുട്ടുള്ള ആളൊന്നും എണീക്കേണ്ടിയിരുന്നോളൂ. ഞാൻ പിന്നെ ഉറക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ജമ്പിങ് വേണോ? ജമ്പിങ് വേണോ? സ്കൂളിലൊക്കെ നടക്കുന്നത് പോലെ ജമ്പ് ചെയ്യണം, വേണ്ടല്ലോ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ എത്തിക്കുമാറാവട്ടെ. അവിടുത്തെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് എത്തുവാനും സ്വർഗത്തിലേക്ക് കടന്നു പോകുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. പെണ്ണുങ്ങളോട്, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിലേ നിങ്ങളെ പെരുമാറാൻ പാടുള്ളൂ. ഒരു വാരിയല്ലിൽ നിന്നാണ് അറിയുന്ന ഹദീസാണ്, അത് വിശദീകരിക്കുന്നില്ല. വളഞ്ഞുപോയ വാരിയല്ലിൽ നിന്നാണ് അവരെ അള്ളാഹു സൃഷ്ടിച്ചത്. വളഞ്ഞ, അത് ബേസിക്, അടിസ്ഥാനപരമായി അത് വളഞ്ഞിട്ടാണ്. അടിസ്ഥാനപരമായി വളഞ്ഞ ഒരു വസ്തുവാണ്. ആ വസ്തു നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. വളഞ്ഞ ഒരു വസ്തുവിൽ നിന്നാണ് പെണ്ണിനെ സൃഷ്ടിച്ചത്. വാരിയലിൽ നിന്ന് ഏറ്റവും വളവുള്ളത്, അതിന്റെ ഏറ്റവും മുകളിലുള്ള എല്ലാണ് വാരിയല്ലാണ് ഏറ്റവും വളവുള്ളത്. അപ്പൊ അതിൽ നിന്നാണ്, ഏറ്റവും വളവുള്ള എല്ലിൽ നിന്നാണ് പെണ്ണിനെ സൃഷ്ടിച്ചത്. ആ വാരിയലിനെ ശരിയാക്കാൻ നീ ഉദ്ദേശിച്ചാൽ, വളഞ്ഞു പോയൊരു വസ്തുവിനെ ശരിയാക്കാൻ നീ ഉദ്ദേശിച്ചാൽ, കസർതഹു, അതിനെ നീ പൊട്ടിച്ചു കളയും. മനസ്സിലാക്കണേ. ഉദാഹരണത്തിന് നമ്മൾ വീട് കെട്ടുമ്പോൾ ഇരുമ്പിന്റെ കമ്പികളൊക്കെ ഉണ്ടാകും. അതിന്റെ ബേസിക്, അതിന്റെ അടിസ്ഥാനം, അത് ഉണ്ടാക്കിയത് തന്നെ വളഞ്ഞൊരു വസ്തുവായിട്ടാണ് അത് ഉണ്ടാക്കിയതെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും കട്ടിയോ കല്ലോ വെച്ചാൽ നിർത്താൻ പറ്റൂല, അല്ലേ? പിന്നെ തീയൊക്കെ വെച്ചിട്ട് ഉരുക്കി നമ്മൾ ഉണ്ടാക്കുക. അതിനെ നമ്മൾ നിർത്താൻ വേണ്ടി ശ്രമിച്ചാൽ കസർത്ത, അത് പൊട്ടിപ്പോകും. എങ്ങനെ? ഏത് വസ്തുവാണ് ശരിയായി പാരലലായി നീണ്ടു കിടക്കുന്ന ഒരു വസ്തു വളഞ്ഞു പോയതല്ല. അങ്ങനെ ഒരു വസ്തുവിനെ കുറിച്ചല്ല, അത് ഉണ്ടാക്കിയത് തന്നെ വളഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു വസ്തുവിനെ നിങ്ങൾ ശരിയാക്കാൻ നോക്കിയാൽ അത് ശരിയാവൂല, അത് പൊട്ടിപ്പോകും. അത് പൊട്ടിപ്പോകും. പക്ഷേ പിന്നെയാണ് ഉണ്ടാക്കിയത് പാരലലായിട്ടാണ്, സമാന്തരമായിട്ടാണ്, പിന്നെയാണത് വളഞ്ഞത്. അങ്ങനെയുള്ള വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് കല്ലുകളൊക്കെ വെച്ച് ശരിയാക്കാൻ പറ്റും. പക്ഷെ ഇവിടെയുള്ള പെണ്ണിനെ എന്തിൽ നിന്ന് സൃഷ്ടിച്ചത്? അടിസ്ഥാനപരമായി സമാന്തരമായി നിൽക്കുന്ന ഒരു എല്ലിൽ നിന്നല്ല, വളഞ്ഞ വസ്തുവിൽ നിന്നാണ്. അത് ശരിയാക്കാൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? പെണ്ണിന് സ്വാഭാവികമായി പെണ്ണിൻ്റെതായ പ്രകൃതിപരമായിട്ടുള്ള ചില സ്വഭാവത്തിൽ ചില ന്യൂനതകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് നിന്റെ സ്വഭാവം ഞാൻ ശരിയാക്കാം. ലക്ഷ്മണ രേഖ വരച്ചിട്ട് അവളെ ഒതുക്കി നിർത്താൻ നീ ശ്രമിച്ചാൽ പിന്നെ നിനക്ക് അവിടെ സംഭവിക്കുന്നത് ത്വലാഖായിരിക്കും. ആ വളഞ്ഞതിനെ ശരിയാക്കാൻ നീ ഉദ്ദേശിച്ചാൽ അത് പൊട്ടിപ്പോകും. ഇനി ഏതായാലും ഈ പെണ്ണിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇവളെ ഉപദേശിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ വിട്ടാലോ? ഒരു വളഞ്ഞൊരു വസ്തുവിനെ ശരിയാക്കാനൊന്നും ശ്രമിക്കാതെ അങ്ങനെ തന്നെ വിട്ടാലോ? അത് വളഞ്ഞു 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 കൂടുതൽ വളവുണ്ടാകും. അതുകൊണ്ട് തീരെ ഉപദേശിക്കാതെ ശരിയാക്കാൻ ശ്രമിക്കാതിരിക്കരുത്, തീരെ ഉപദേശിക്കാതിരിക്കരുത്. എന്നാൽ അതിൻ്റെ വളവ് വർദ്ധിക്കും. അപ്പൊ എന്ത് ചെയ്യാ? പെട്ടെന്ന് അങ്ങോട്ട് ശരിയാക്കാനും ശ്രമിക്കണ്ട. പതുക്കെ ഒരു കല്ലൊക്കെ നീ അതിനെ പെട്ടെന്ന് ശരിയാക്കാൻ ശ്രമിച്ചാൽ അത് ത്വലാഖിലാണ് സംഭവിക്കുക. 28,000 ആളുകൾ 6 മാസത്തിൽ ഡിവേഴ്സ് ചെയ്തു എന്നൊരു വാർത്തയെടുത്ത് വായിച്ചു. നീ അതിനെ ഒഴിവാക്കിയാൽ തീരെ നന്നാക്കാതെ ഉപദേശിക്കാതെ വിട്ടാൽ അത് വളഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താവണ്ട, അവൾ ഉപദേശിക്കാതിരിക്കേണ്ട, ഇടയ്ക്കിടെ ഉപദേശിക്കുക. പെട്ടെന്ന് നന്നാവുമെന്ന് നീ പ്രതീക്ഷിക്കുകയും വേണ്ട. സാവധാനം നന്നായിക്കോളും. നല്ല ക്ഷമാശീലരായി മാറണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കല്യാണത്തിന് മാത്രം ഒരു ട്രെയിനിങ് ഇല്ല. ഒരു കല്യാണ പഠന ക്ലാസ് ആരും വെക്കാറില്ല. ഹജ്ജ് പഠന ക്ലാസ്, നോമ്പ് പഠന ക്ലാസ്, ഇതൊക്കെ ഉണ്ട്. ദാമ്പത്യ ജീവിത പഠന ക്ലാസ് ആരും വെക്കാറില്ല. അതുകൊണ്ടാണ് ദാമ്പത്യത്തിൽ അല്ലറ ചില്ലറ വിള്ളലുകളൊക്കെ സംഭവിക്കുന്നത്. എന്താണ് കുടുംബജീവിതം എന്നൊരാണും പഠിക്കണം, ഒരു പെണ്ണും പഠിക്കണം. ഇവരൊക്കെ വല്ലാത്ത പ്രതീക്ഷയോടെ വരികയാണ്.
കല്യാണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സുഖമാണെന്ന് കരുതിയിട്ട് വരികയാണ്. ചെറുപ്പക്കാരൊക്കെ അങ്ങനെയല്ല ആവേശത്തോടെ കടന്നു വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമാകുമ്പോൾ ഇതാണ് പഠിച്ചോനെ പോക്കറാക്കാന്ന് പറഞ്ഞ പോലെ അല്ലേ, അങ്ങനെ ആയിപ്പോവരുത്. അതിനാണ് എന്താണ് കല്യാണം എന്നൊരു പ്രീ മാരിറ്റൽ കോഴ്സ് നിങ്ങൾ നൽകണം. കല്യാണം ഇതാണ്, 1 മാസം കഴിയുമ്പോൾ അവസ്ഥ ഇതാണ്, 1 വർഷം കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്, 2 വർഷം കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്, പെണ്ണിന് ഇങ്ങനെയൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, അത് മനസ്സിലായി. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവരുടെ ജീവിതം സന്തോഷമാകും. ഓവർ എക്സ്പെക്റ്റേഷൻ അല്ലേ, നമ്മൾക്ക് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. കൂടുതൽ പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷകളുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. ഈ വിഷയം ശ്രദ്ധിക്കുക, പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാകും ജീവിതത്തിൽ. ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ വെക്കരുത്. അള്ളാഹുവിൻ്റെ ഖലാ പോലെ ഉണ്ടാകും എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിയാലോ. എനിക്കൊരു ഐശ്വര്യ റായി തന്നെ വേണമെന്നൊരു ഒരു ചെറുപ്പക്കാരൻ കരുതി. എനിക്ക് നല്ലൊരു സുന്ദരി വേണമെന്ന് മനസ്സിൽ കരുതി. പഠിച്ചോനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പെണ്ണിനെ കിട്ടി. നല്ല നിരാശ ഉണ്ടാകും. എന്താ, ഈവന് പ്രതീക്ഷിച്ചത് അങ്ങാണ്, അതിൻ്റെ അങ്ങേയറ്റാണ്. അതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട. അള്ളാഹു എനിക്ക് കണക്കാക്കിയൊരു പെണ്ണ് കിട്ടുമെന്ന് നിങ്ങൾ കരുതിയേക്ക്, എന്നാൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാവില്ല. പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. എനിക്ക് നല്ലൊരു സുന്ദരനായ ഒരു ജെന്റിൽമാൻ, നല്ലൊരു ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള നല്ലൊരു സുന്ദരനെ കിട്ടണമെന്ന് മനസ്സിൽ കരുതണ്ട. അങ്ങനെ ഒരു വ്യാമോഹം വേണ്ട. എന്ത് വേണം? അള്ളാഹു എനിക്കൊന്ന് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയോടെ കാത്തിരുന്നാലോ ഏത് അണ്ടനെയും അടകോടനെയും കിട്ടിയാലും ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ ഖലാ ആണ്, ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്. ഇതല്ലേ എനിക്ക് കിട്ടുള്ളൂ. ഞാൻ എത്ര വ്യാമോഹിച്ചിട്ടെന്ത് കാര്യം, ഞാൻ എത്ര പ്രതീക്ഷിച്ചിട്ടെന്ത് കാര്യം. അതുകൊണ്ട് ഒരു വിഷയത്തിലും എന്ത് പാടില്ല, ഓവർ എക്സ്പെക്റ്റേഷൻ പാടില്ല, കൂടുതൽ പ്രതീക്ഷകൾ പാടില്ല. കൂടുതൽ പ്രതീക്ഷിക്കും തോറും കൂടുതൽ നിരാശയുണ്ടാകും, ടെൻഷൻ ഉണ്ടാകും ജീവിതത്തിൽ. അള്ളാഹു നമ്മൾക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആൻ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞു തരുന്നുണ്ടല്ലേ. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ, ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ, സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ. ഒരു കുടുംബത്തിന്റെ കഥ. ഇനി അങ്ങനെ ഹജ്ജിന് പോവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പല ആളുകളും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് വൃദ്ധരായ ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് എന്റെ ശഫാഅത്തിന് അർഹരാവാനുള്ള ഭാഗ്യം നൽകണേ എന്ന് കേൾക്കണേ. ഹജ്ജിന് പോകുന്ന ആളുകളും പോകാത്ത ആളുകളൊക്കെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ നിന്ന് വൃദ്ധരായ ആളുകൾ, വയസ്സന്മാരായ ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് നീ അവകാശം തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു അവകാശം കൊടുത്തു. വൃദ്ധരായ ആളുകൾ ഹജ്ജിന് പോയാൽ അവരുടെ ഹജ്ജും ഉംറയും മഖ്ബൂലായാൽ അവർക്ക് വേണ്ടി നാളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശഫാഅത്ത് ചെയ്യും. മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് അടിമകളായ ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരണമെന്ന്. മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു, അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരണമെന്ന് സാറാ ബീവി ദുആ ചെയ്തു. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചെറുപ്പക്കാരിൽ നിന്ന്, ഉമ്മത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ ഹജ്ജിന് വന്നാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരണമെന്ന്. അതേപോലെ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ നിന്ന് മധ്യവയസ്കരായ ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് അവസരം തരണമെന്ന് അവരുടെ വിളിയാണ്. ഇനി ശ്രദ്ധിക്കുക, ഒരാള് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ 15, നമ്മുടെ 15 മുതൽ 40 വയസ്സ് വരെയുള്ള കാലയളവ് ചെറുപ്പക്കാരൻ എന്ന ഷാബ്, യുവത്വം എന്ന കാലയളവാണ്. ഈ സമയത്ത് ഹജ്ജിന് പോയ അയാൾ ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ചു വന്നാൽ അവർക്ക് ആര് ശഫാഅത്ത് ചെയ്യും നാളെ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. 40 to 50 മധ്യവയസ്കരാണ്. അവർ ആ വയസ്സിൽ ഉംറക്കോ ഹജ്ജിനോ പോയാൽ അവർക്ക് ശഫാഅത്ത് ചെയ്യുന്നത് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമാണ്. 50 മുതൽ മേലോട്ട് ആരെങ്കിലും ഹജ്ജിന് പോയാൽ അവർക്ക് വേണ്ടി നാളെ ശഫാഅത്ത് ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്.
പെണ്ണുങ്ങൾ ഹജ്ജിന് പോയാൽ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത് മഹദിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹയാണ്. അടിമകൾ ഇന്നില്ല. ഇതാര് ദുആ ചെയ്തു? ഒരു കുടുംബം മുഴുവനും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തു. അതുകൊണ്ടാണ് ആ കുടുംബത്തിന് വേണ്ടി നമ്മളും ദുആ ചെയ്യുന്നത്. എവിടെ? ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. എൻ്റെ മറ്റുള്ള നബിമാർക്ക് ദുആ ചെയ്തില്ല? മൂസാ നബിക്ക് ദുആ ചെയ്യാറുണ്ടോ? മറ്റുള്ള നബിമാർക്ക് ദുആ ചെയ്യാറില്ലല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിനും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്, അവരുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് വെറുതെയല്ല. ആ കുടുംബം മുഴുവനും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ആ കുടുംബ ബന്ധം ഓർക്കണം. നാളെ ഹജ്ജിന് പോകുമ്പോ കഅബ മന്ദിരം കാണുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ മന്ദിരം പണിതത് ഓർമ്മ വരണം. ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ സഫയുടെയും മർവയുടെയും ഇടയിൽ നമ്മൾ സഅയ് ചെയ്യുന്ന സമയത്ത് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ ഓർമ്മ വരണം. സംസം വെള്ളം കുടിക്കുമ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർമ്മ വരണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ദുആകളൊക്കെ നമ്മൾക്ക് വേണ്ടി അവരും ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ പകുതിയിൽ വെച്ചോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങളാരും ശ്രദ്ധിക്കൊന്നുമില്ലല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഒരു ചരിത്രം ഞാൻ പറഞ്ഞിട്ട് പകുതിയിൽ വെച്ച് എനിക്ക് ഇപ്പോൾ ഓർമ്മയാണത്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയെ, നബി തങ്ങളെ സൽക്കാരത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഒരു സ്വഹാബി വന്നു. ആ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, എൻ്റെ വീട്ടിലൊരു സൽക്കാരമുണ്ട്, നിങ്ങൾ വരുമോ? മനോഹരമായൊരു ഭക്ഷണ വസ്തു ഞാൻ പാചകം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് പറഞ്ഞത്, ഇന്നഹാ മഈ വ ആയിഷതു മഈ, എൻ്റെ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ എന്ന്. എത്ര വയസ്സിലെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് മധുവിധ ആഘോഷിക്കുന്ന സമയമല്ല. ഇന്ന് ഹണിമൂൺ പോകുന്നത് വരെ നല്ല ബന്ധമാണ്. ഹണിമൂൺ പോയി തിരിച്ചു വന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങൾ ഇല്ലേ? ദാമ്പത്യ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും അകന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം. എത്ര ഡിവേഴ്സുകൾ നടന്നു അല്ലേ? എത്ര ഡിവേഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയ 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 കാര്യങ്ങളുടെ പേരിൽ. അള്ളാഹുവിൻ്റെ ഹബീബ് 19-60 വയസ്സിലാണ് തന്നെ സൽക്കാരത്തിന് ക്ഷണിക്കാൻ വന്ന സ്വഹാബിയോട് ചോദിക്കുന്നത്, ആയിഷത്തു മഈ, എൻ്റെ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ, ആയിഷയെ കൂട്ടിയിട്ട് ഞാൻ വരട്ടെ. ആ വന്ന മനുഷ്യൻ പറഞ്ഞു, നബിയെ വേണ്ട, നിങ്ങൾ വന്നാൽ മതി, ആയിഷയൊന്നും കൂട്ടിയിട്ട് വരണ്ട, നിങ്ങൾ വന്നാൽ മതി. ആയിഷ വേണ്ട നബിയെ, നിങ്ങൾ വന്നാൽ മതി. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ആയിഷ ഇല്ലാതെ ഞാനൊരു സദ്യയ്ക്ക് വരില്ല, ആയിഷയെ കൂടെ കൂട്ടാതെ ഞാനൊരു സദ്യയ്ക്ക് വരില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ പറയപ്പോ കല്യാണം കഴിഞ്ഞ് തുടക്കത്തിലൊരു വിരുന്നും സൽക്കാരൊക്കെ ഉണ്ടാവൂലേ? കല്യാണം കഴിഞ്ഞാൽ സൽക്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിക്കും, സൽക്കാരുണ്ട് വരണം, ഭാര്യയെ കൂടെ കൂട്ടണ്ടേ? ആ കൂട്ടണം എന്ന് പറയും. ഭാര്യ കൂട്ടിയിട്ട് നമ്മൾ പോവും 2-3 വർഷം. പിന്നെ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ആ സന്തോഷം ചങ്ങാതിമാരോട് കൂടെ അടിച്ചു പൊളിക്കാലോ. ഇത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 60-ാമത്തെ വയസ്സിലും പറയാണ്, എൻ്റെ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ എന്ന്. ആ സ്വഹാബി പറഞ്ഞു, വേണ്ട നബിയെ. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയിഷയില്ലാതെ ഞാൻ വരുന്നില്ല, ആയിഷയില്ലാത്തൊരു സൽക്കാരത്തിന് ഞാൻ വരുന്നില്ല. ആ വന്ന സ്വഹാബി തിരിച്ചുപോയി. അല്പസമയങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മനോഹരമായൊരു ഭക്ഷണം ഞാൻ പാചകം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വഹിയ മഈ, ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ. ആ മനുഷ്യൻ പറഞ്ഞു, വേണ്ട നബിയെ, നിങ്ങൾ വന്നാൽ മതി, ആയിഷയെ ഞാൻ വിളിച്ചിട്ടില്ല, ആയിഷയില്ലാതെ ഞാനും വരുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പോവാൻ തയ്യാറായില്ല. 3-ാമത്തെ തവണ സ്വഹാബി കടന്നു വന്നു, യാ റസൂലല്ലാഹ്,
ഞാൻ മനോഹരമായ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്, മനോഹരമായ ഒരു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് മൂന്നാമതും ചോദിച്ചു, വഹിയ മഈ, എന്റെ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ? അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആയിഷ വേണമെന്നാണ് നിങ്ങൾക്ക് നിർബന്ധമെങ്കിൽ കൂട്ടിക്കോളൂ, കുഴപ്പമില്ല, ആയിഷയെ കൂടെ കൂട്ടിക്കോളൂ. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈകളും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കുശലാന്വേഷണങ്ങളെ പറഞ്ഞുകൊണ്ട് ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് സ്വഹാബാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കൈകൾക്കിടയിൽ വിടവ് തന്നത് ഭാര്യമാരുടെ കൈയും പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്, ഹറാമുകൾ ചെയ്യാനല്ല, അന്യ അവിഹിത ബന്ധങ്ങൾ പുലർത്താനല്ല. ഭാര്യമാരുമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തണം, അവരുമായിട്ടുള്ള സമീപനങ്ങൾ നല്ല സമീപനങ്ങളായിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ടാകും, ഒരുപാട് സഹോദരന്മാരുണ്ടാകും. ഞാൻ പറയട്ടെ, എന്നോടൊരു സഹോദരൻ പറഞ്ഞത്, 18 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, എന്തൊരു വിഷമമായിരിക്കും. 18 വർഷമായി ഇന്നേ വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല, ദുആ ചെയ്യണം. 25 വർഷമായി എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല, ദുആ ചെയ്യണമെന്ന് എത്രയെത്ര ആളുകൾ പറയുമ്പോ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവേണ്ട. കല്യാണം കഴിഞ്ഞ് തുടക്ക സമയങ്ങളിൽ എനിക്കിപ്പോഴൊന്നും കുട്ടി വേണ്ട, 2 വർഷം കഴിയട്ടെ എന്ന് നിങ്ങൾ അമാന്തിച്ച് നിൽക്കാറുണ്ടല്ലോ, പിന്തിപ്പിച്ച് നിൽക്കാറുണ്ടല്ലോ. ഇപ്പോഴൊന്നും എനിക്ക് കുട്ടി വേണ്ട, 2 വർഷം കഴിയട്ടെ എന്ന് ചെറുപ്പക്കാർ അവരുടെ മധുവിധ തീരുന്നതിന് വരെ കാത്തിരിക്കാറുണ്ടല്ലോ. അത് ശരിയല്ല. അള്ളാഹു നൽകുന്നതിനെ തടഞ്ഞുന്നത് ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടുന്ന വിഷയമല്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ കുട്ടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ലഭിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ലഭിക്കുമെന്ന്? 25 വർഷമായി ഉസ്താദുമാരെ കാണുന്നു, ഡോക്ടർമാരെ കാണുന്നു, സ്വതക്ക ചെയ്യുന്നു, സംഭാവന ചെയ്യുന്നു, കുട്ടിയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്തേ കുഴപ്പം? അള്ളാഹു ഒരു പക്ഷെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ചെറുപ്പക്കാരാ, കല്യാണത്തിന്റെ മധുവിധുമായി തേനൂറുന്ന സമയങ്ങളിൽ ഭാര്യയും ഭർത്താവുമായിട്ടൊരു സംസാരമുണ്ട്, ഒരു സംഭാഷണമുണ്ട്. ഇപ്പോഴൊന്നും എനിക്ക് കുട്ടി വേണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് ഒരുപക്ഷെ അള്ളാഹു നിങ്ങൾക്ക് നൽകാനിരിക്കുന്ന കുട്ടിയെ നിങ്ങളുടെ ആ തീരുമാനം കാരണം നിങ്ങൾ മാറ്റിവെച്ചാൽ ഒരുപക്ഷെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് കുട്ടി ലഭിച്ചെന്ന് വരില്ല. അല്ലാതെ ഇപ്പോൾ കുട്ടിയൊന്നും വേണ്ട എന്ന വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ഭാര്യയുടെ താല്പര്യം എനിക്ക് കുട്ടി വേണ്ട എന്നാണ്, ഭർത്താവിന്റെ താല്പര്യം എനിക്ക് കുട്ടി വേണ്ട എന്നാണ്. അങ്ങനെ ശാരീരികമായി ബന്ധപ്പെടുമ്പോഴാണ് അതിൽ നിന്ന് കുട്ടിയുണ്ടായത്. ആ കുട്ടി ലോകത്തിനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും വേണ്ടാത്ത കുട്ടിയായി മാറുമെന്ന് പറഞ്ഞത് മനഃശാസ്ത്രജ്ഞന്മാരല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന്റെ വചനങ്ങളും ഇന്ന് നടക്കുന്ന വൈദ്യശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളും നമ്മൾക്ക് വിളിച്ചോതുകയാണ്. കുട്ടി വേണ്ട, കുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്തിപ്പിക്കുക. അതിനിടയിൽ അറിയാതെ കുട്ടി ഉണ്ടാവുക, ഭാര്യയ്ക്ക് വിഷമായി, ഭർത്താവിന് വിഷമായി. ഈ കുട്ടി അന്ന് മുതൽ നിനക്ക് വേണ്ടാത്ത കുട്ടിയായിട്ടാണ് വളരുക. ഇങ്ങനത്തെ കുട്ടികളുണ്ടാകും. അവർ മന്ദബുദ്ധികളായിട്ടാണ് വളരുക. അവർക്ക് ബുദ്ധിയിൽ വൈകല്യം ഉണ്ടാകും, സ്വഭാവത്തിൽ വൈകല്യം ഉണ്ടാകും. ഇതൊക്കെ എങ്ങനെ പറയാ? ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇതൊക്കെ പഠിച്ച് പറയാ. വെറുതെ പറയുന്ന വിഷയമല്ല ഇത്. നമ്മൾ ഭാര്യ പ്രസവിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു പ്രസവം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണമെന്നാണ്. വിഷ്വൽ, ഓഡിറ്ററി, ഇങ്ങനെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു സ്വാലിഹായ കുട്ടിയെ മനസ്സിൽ കരുതണം. അതൊന്നാമത്തെ പ്രസവമാണ്. ഇങ്ങനെ കരുതിയാൽ നമ്മൾക്ക് നല്ല സ്വാലിഹീങ്ങളായ കുട്ടികൾ ഉണ്ടാകുമെന്ന്. കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ കുട്ടി അതിൽ നിന്നുണ്ടായാൽ ആ ജനിക്കുന്ന കുട്ടി ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉപകാരമില്ലാത്ത കുട്ടിയായി മാറും. എനിക്കറിയാം അങ്ങനൊരു സഹോദരിയെക്കുറിച്ച്. കുട്ടിയുണ്ടായി, വേണ്ടാന്ന് വെച്ചതാണ്, കുട്ടിയുണ്ടായി, കരഞ്ഞു 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 8 മാസം 9 മാസം പൂർത്തിയാക്കി. ആ കുട്ടിക്ക് ഏകദേശം ഒരു 10 വയസ്സാണ്. കുട്ടിക്ക് മന്ദബുദ്ധിയാണ്. ഒരുപാട് കൗൺസിലർമാരെ കാണിച്ചു, മാറ്റില്ല. എന്തേ? ഉമ്മയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ടാത്ത സമയത്തുണ്ടായ കുട്ടി ഉമ്മയ്ക്ക് വേണ്ടാത്തതുപോലെ ജീവിക്കാൻ. അതുകൊണ്ട് സഹോദരന്മാർ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഒരു ദിക്റും കൂടി പഠിച്ചു വെക്കുക. കല്യാണം കഴിക്കുമ്പോൾ ചെറുപ്പക്കാരെ വിളിക്കും, ഫാമിലി ഫ്രണ്ട്സ് പ്രത്യേകിച്ചിട്ട്, പിന്നെ ചിലരുടെ ദിക്ർ എന്താണ്?
ആ ചെല്ലേണ്ട ദിക്ർ എന്താണ്? എന്താണ് ആ ദിക്ർ എന്ന് ചോദിക്കും. അത് ആകെ ഒരു ഫസ്റ്റ് നൈറ്റിൽ മാത്രം ചെല്ലേണ്ട ദിക്റാണോ അത്? ആദ്യ രാത്രികളിൽ മാത്രം ചെല്ലേണ്ട ദിക്റാണോ അത്? മരണം വരെ നമ്മൾ ചെല്ലണം. മുറിയിലെത്തിയാലും മരണം വരെ ചെല്ലേണ്ട ദിക്റാണത്. എന്താണ്? അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. അല്ലാഹുവേ, എനിക്ക് നീ നൽകാൻ പോകുന്ന മക്കളിൽ നിന്ന് പിശാചിനെ അകറ്റണേ എന്നുള്ള ദുആ ആണത്. പഠിക്കണം ചെറുപ്പക്കാരാ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും ചെല്ലണം ഇത്. കല്യാണം കഴിഞ്ഞത് മുതൽ മരണം വരെ ഒന്നിച്ചുറങ്ങേണ്ട ഭാര്യ ഭർത്താക്കന്മാർ എല്ലാ രാത്രിയിലും ചെല്ലേണ്ട ദിക്റാണിത്. ആകെ ഒരു ഫസ്റ്റ് നൈറ്റിൽ മാത്രം പറയേണ്ട ദിക്റല്ല ഇത്. ഇത് ചൊല്ലി ഒരാൾ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ ലം യമുസ്സുഹു ഉമ്മുസ്സിബിയാൻ, പിശാചിന്റെ ശല്യം ആ മക്കൾക്കുണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താണ് ദിക്ർ? അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ, അല്ലാഹുവേ പിശാചിനെ നീ എന്നിൽ നിന്ന് അകറ്റണേ. വജന്നിബി ശൈത്താന മാ റസഖ്തനാ, അല്ലാഹുവേ എനിക്ക് നൽകാൻ പോകുന്ന മക്കളിൽ നിന്നും പിശാചിനെ അകറ്റണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലണം ഈ ദിക്ർ, എല്ലാ രാത്രികളിലും ചൊല്ലണം. വുളൂ ചെയ്തുകൊണ്ട് പല്ല് തേച്ചുകൊണ്ട് മുറിയിലേക്ക് വരണം. പല്ല് തേക്കണം. മുറിയിലേക്ക് വരുമ്പോ ഇന്നലെ തിന്ന മത്തിക്കറിയുമായിട്ട് റൂമിലേക്ക് വരല്ലേ. പ്രത്യേകിച്ചിട്ട് കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ, നിങ്ങളുടെ ഇടയിലുള്ള ഇണക്കം വർദ്ധിക്കണം, സ്നേഹം വർദ്ധിക്കണം. അതിനൊരു ഉപകരണമാണ് സുഗന്ധം എന്നുള്ളത്. സുഗന്ധം ഭൂഷണം. ഉറങ്ങുന്ന ബെഡ്റൂമിൽ സുഗന്ധമുണ്ടാവണം. വീടിന്റെ ബെഡിന്റെ വിരിപ്പിൽ സുഗന്ധമുണ്ടാവണം. തലയണയിൽ സുഗന്ധം ഭൂഷണം. ആകെ ഒരു കല്യാണം എന്ന് കേൾക്കുമ്പോഴേക്കും കുളിച്ച് അണിഞ്ഞ് ചമഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന പെണ്ണെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയമാണത്. നാട്ടുകാർക്കല്ല നിന്റെ സൗന്ദര്യം നീ പ്രകടിപ്പിക്കേണ്ടത്. നാട്ടുകാരുടെ മുമ്പിലല്ല നീ അണിഞ്ഞൊരുങ്ങേണ്ടത്. നാട്ടുകാരുടെ മുമ്പിലല്ല നീ ചമയേണ്ടത്. നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. രാത്രി സമയങ്ങളിൽ മനോഹരമായി വുളൂ ചെയ്തു പല്ല് തേച്ചു ബെഡ്റൂം മനോഹരമാക്കി നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സെന്റ് തേച്ച് അത്തറ് പൂശി കിടന്നുറങ്ങിയാൽ നിന്റെ ദാമ്പത്യ ജീവിതം പരിമളമാണ്, സുഗന്ധപൂരിതമാണ്. ചെയ്തുകൂടെ? എന്തിനാണ് പുറത്തിറങ്ങുമ്പോൾ മാത്രം ഒരു ചമഞ്ഞൊരുങ്ങൽ? ആര് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ? നിന്റെ ഭർത്താവ് വീട്ടിലാണ്, നിന്റെ ഉമ്മ വീട്ടിലാണ്, നിന്റെ ആങ്ങളമാര് വീട്ടിലാണ്, നിന്റെ സഹോദരിമാര് വീട്ടിലാണ്, നിന്റെ മക്കള് വീട്ടിലാണ്. പിന്നെ ആരെ കാണിക്കാനാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രം ഒന്ന് ഭംഗിയാവുന്നത്? അല്ലേ? വീട്ടിലിരിക്കുമ്പോൾ ഒരു കീറിപ്പറിഞ്ഞ ഒരു നൈറ്റി, പുക പിടിച്ചൊരു നൈറ്റി ചുളിഞ്ഞിട്ട് ഇസ്തിരിട്ടൊരു കാലങ്ങളായിട്ടുണ്ടാവും. മീൻ മുറിച്ചാൽ പറിച്ചോനെ പിന്നെ മീനിൻ്റെ സ്മെല്ലുണ്ടാവും. ഇതിൽ വീട്ടിലിങ്ങനെയൊക്കെ മതി. പുറത്തിറങ്ങാന്ന് പറയാം. കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാലോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലോ പിന്നെ നിങ്ങൾ നിൽക്കണേ, ഞാനൊന്ന് ഒരുങ്ങട്ടെ. പാവം ഭർത്താവ് 5 മിനിറ്റ് എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കും. അരമണിക്കൂർ കുളിക്കാൻ, അരമണിക്കൂർ ഡ്രസ്സ് ചെയ്യാൻ, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പിന്നെ മുഖം മിനിക്കാൻ വേണ്ടിയിട്ട് വേറെ അരമണിക്കൂർ. ഫൗണ്ടേഷൻ വേറെ, ഫെയർ ലവ്ലി വേറെ, പൗഡർ വേറെ, ഐലൈനർ വേറെ, ലിപ്സ്റ്റിക്ക് വേറെ. ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ എന്തിനാണ് പെണ്ണിന് ഇതൊക്കെ ചെയ്യുന്നത്? ആര് കാണിക്കാനാ? നിന്റെ സൗന്ദര്യം കാണിക്കുന്നത് ഭർത്താവിൻ്റെ മുമ്പിലല്ലേ. പിന്നെ എന്തിനിത്? ആർക്ക് വേണ്ടി? അതാണ് അറിയാത്തത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ മുഖമൊക്കെ മറിച്ച് നടന്നൂടെ? കല്യാണം കഴിയുന്നതിന് മുമ്പേ നടക്കണം, കല്യാണം കഴിഞ്ഞാൽ മാത്രമല്ല. മുഖമൊക്കെ മറിച്ച് ഹിജാബ് ധരിച്ച് മുഖം മറിച്ച് നടന്നാൽ ഈ പൗഡറിന്റെ ചെലവുണ്ടോ? ഈ ഫൗണ്ടേഷന്റെ ചെലവുണ്ടോ? ഈ ഐലൈനറുടെ ചെലവുണ്ടോ? ഇതൊന്നും ചെലവില്ലല്ലോ. മുഖം മറച്ച് പിന്നെ കണ്ണ് മാത്രം കാണിച്ച് മുഖം മറച്ച് നടന്നാൽ നിന്നെ ആരും ശ്രദ്ധിക്കൂല, നിനക്കൊരാളും നമ്പർ തരൂല, നിനക്കൊരാളും നിന്റെ പിന്നാലെ ഫോളോ ചെയ്യൂല, നിന്നെ ഒരാളും പീഡിപ്പിക്കാനും വരൂല. നീ നിന്റെ സൗന്ദര്യം നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്ക്. രാത്രി കിടന്നുറങ്ങാൻ വരുമ്പോൾ ഒന്ന് വുളൂ ചെയ്യുക. സുന്നത്താണ് വുളൂ ചെയ്യുക. വുളൂ ചെയ്തു പല്ല് തേച്ചു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ല് തേക്കും. ആ ഒരു അറാക്ക് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയണയുടെ താഴെ വെക്കും. തലയണയുടെ താഴെ വെക്കും. എന്നിട്ട് രാവിലെ എണീറ്റാലേ ഭാര്യ എവിടെ ഫാത്തിമ കട്ടൻ ചായ എടുക്കുന്നല്ല പറയാ, ഉമ്മുകുൽസോ ചൂടുവെള്ളം കൊണ്ടുവരാന്നല്ല പറയാ. രാവിലെ എണീച്ചാലേ തലയണയുടെ അടിയിൽ നിന്ന് അറാക്കെടുക്കും. എന്നിട്ട് പല്ല് തേക്കും. എന്നിട്ട് തൻ്റെ ഭാര്യ പത്നി ആയിഷയുടെ കയ്യിൽ കൊടുക്കും. ആയിഷ ഇത് കഴുകി വെക്ക്. ആയിഷ ബിവി കഴുകുന്നതിന് മുമ്പ് ആ ഒരു അറാക്കെടുത്തിട്ട് തൻ്റെ പല്ലും കൂടി തേക്കും. നമ്മളോ എങ്ങാനും ബാത്റൂമിൽ ചെന്നിട്ട് കരണ്ട് പോയി ഒരു ബ്രഷ് എടുത്തു, പേസ്റ്റ് ഇട്ട്, അപ്പോഴാണ് കരണ്ട് വന്ന്, പഠിച്ചോനെ ഇത് ഭർത്താവിൻ്റെ ബ്രഷാണല്ലോ, പഠിച്ചോനെ ഇതിനിപ്പോൾ എന്താ ചെയ്യുക, തുടച്ചു പോയാൽ പിന്നെ ഛർദ്ദിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു ബന്ധമാണ് നമ്മൾക്കിടയിലുള്ളത്.
കറണ്ട് വന്നപ്പോഴാണ് ഭർത്താവിൻ്റെ ബ്രഷാണെന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ആവാൻ പാടില്ല. ഭാര്യ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ഹബീബ് കഴുകാൻ കൊടുത്താൽ ആ അറാക്ക് കൊണ്ട് തൻ്റെ പല്ലും തേച്ച് എന്നിട്ട് കഴുകി വെക്കുന്ന. അപ്പോൾ ഏറ്റവും ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ ബന്ധമുണ്ടാവാൻ ഏറ്റവും വിലപ്പെട്ടത് വൃത്തിയാണ്. ക്ലീനിങ്, ബെഡ്റൂം ക്ലീനിങ് ഉണ്ടാവുക, വൃത്തി ഉണ്ടാവുക, വസ്ത്രങ്ങൾ വൃത്തിയുണ്ടാവുക, ശരീരങ്ങൾ വൃത്തിയുണ്ടാവുക. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് എവിടെയെങ്കിലും യാത്ര ചെയ്ത് തിരിച്ചു വന്നാൽ നേരെ വീട്ടിലേക്കല്ല കയറിപ്പോകുന്നത്. ചില ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്, ഗൾഫിലിരിക്കുന്ന പ്രവാസികളായ ഭർത്താക്കന്മാർക്കൊരു സ്വഭാവമുണ്ട്. ഭാര്യ അറിയിക്കാതെ രഹസ്യമായി വീട്ടിലേക്ക് വരുന്നൊരു സ്വഭാവം. അത് നല്ലതല്ല, നല്ലതല്ല. നിങ്ങൾ ഭാര്യമാരോട് വിളിച്ചു പറയണം, എന്നാൽ ഇന്ന സമയത്ത് ഞാൻ വരുമെന്ന്. അപ്പോഴേക്കും ഭാര്യയ്ക്കൊന്ന് കുളിച്ച് വൃത്തിയായി ശരീരം വൃത്തിയാക്കി നല്ല സുഗന്ധം പൂശി പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മേര വദനയായി ഭർത്താവിന് സ്വീകരിക്കാൻ പറ്റും. അപ്പോഴാണ് ഭർത്താവ് കോളിംഗ് ബെല്ലടിക്കുന്നത്. സുന്ദരിയായി പുഞ്ചിരിച്ചിരിക്കുന്ന സുഗന്ധം പൂശിയ ഭാര്യ കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നും. അല്ലത്തി തസുറുഹു ഇദാ നളർ, നീ നോക്കുമ്പോൾ നിനക്ക് സന്തോഷം വേണം. ഭാര്യ കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്തോ ഒരു സൗന്ദര്യം, മനസ്സിന് റാഹത്തായി. ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? നീ വിളിച്ചിട്ട് പറയണം, ഞാൻ ഇന്നാലെന്ന സമയത്ത് എത്തുമെന്ന്. നീ വല്ല സർപ്രൈസ് ആക്കല്ലേ, പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുക. പാവം എന്തോ ഉറങ്ങിയിട്ട് കണ്ണൊക്കെ പീളൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല്. പടച്ചോനെ നിനക്കും വെറുപ്പായി, പടച്ചോൻ ഇവളെന്താ ഇങ്ങനെ ഈ ഒരു കോലത്തിൽ. അതിന് അവസരം ഉണ്ടാക്കണ്ട. നബി തങ്ങൾ എവിടെ പോയാലും ആദ്യം ഭാര്യമാർ കാണുന്ന രീതിയിൽ പള്ളിയിൽ കയറും. നബി തങ്ങൾ പള്ളിയിൽ കയറിയ ഭാര്യമാർക്കറിയും അവരൊക്കെ കുടിച്ച് ഫ്രഷായി. അള്ളാഹുവിൻ്റെ ഹബീബും പള്ളിയിൽ നിന്ന് ഉളുവൊക്കെ ചെയ്തു, മുഖവും ശരീരമൊക്കെ മിനുക്കി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാ വീട്ടിൽ പോകും. എന്തിന്? ഇത് ഭാര്യമാർക്ക് ഒരുങ്ങാൻ സമയം കൊടുക്കാൻ, ശരീരം വൃത്തിയാക്കാൻ സമയം കൊടുക്കാൻ, നല്ല വസ്ത്രം ധരിക്കാൻ സമയം കൊടുക്കാൻ. അപ്പോൾ ഭാര്യമാരോട് പറയാം, അവർക്ക് സാവകാശം കൊടുക്കുക. അവർ നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സുഗന്ധവും ക്ലീനിങ്ങും വൃത്തിയും ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന കാര്യമാണ്. ദാമ്പത്യ വിജയത്തിന്റെ അടിസ്ഥാന കാര്യമാണത്. സുഗന്ധം പൂശിയ മുറിയിൽ, റൂമിൽ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുഗന്ധം പൂശുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ മർഅതു ഇദാ ഇസ്തഅതറത്, ഒരു പെണ്ണ് സുഗന്ധം പൂശി പുറത്തിറങ്ങി ആളുകൾ എന്നെ കാണട്ടെ, ആളുകൾ എന്നെ ശ്രദ്ധിക്കട്ടെ എന്ന രീതിയിൽ ആളുകൾക്കിടയിൽ സുഗന്ധം പൂശി ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ഫഹിയ കദാ വകദാ, അവൾ വ്യഭിചാരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരിമാരെ, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മനോഹരമായ യൂണിഫോമുകളിൽ ഇസ്ത്രീയിട്ട് സുഗന്ധം പൂശി എൻ്റെ ക്ലാസ്മേറ്റുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി, പോകുന്ന വഴിയിലുള്ള പൂവാലന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി, പോകുന്ന ബസ്സിലെയും ഓട്ടോയിലെയും വാഹനങ്ങളിലെയും ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി സുഗന്ധം പൂശി നീ പുറത്തിറങ്ങിയാൽ നിനക്ക് അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ സർട്ടിഫിക്കറ്റ് എന്താ? നീ വ്യഭിചാരിയാണ് എന്നതാണ്. വ്യഭിചാരിയാണ്. ആളുകൾ കാണാൻ വേണ്ടി ശരീരം ഭംഗിയാക്കുന്നവൾ വ്യഭിചാരിയാണ്. എന്തേ ഇതുകൊണ്ടുള്ള കുഴപ്പം? നീ മനോഹാര്യമായി വളരെ ഭംഗിയോടെ പുറത്തിറങ്ങുമ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരന് നിന്നോട് താല്പര്യം തോന്നും. അവൻ നിന്നെ നോക്കും, അത് ഹറാമാണ്. അവന്റെ നോട്ടത്തിന് കാരണം നീയാണ്. മുഖം മറക്കാതെ ശരീരം ഭംഗിയാക്കി നടന്നത് നീയാണ്. അതുകൊണ്ട് മുഖം മറിച്ച് നടന്നേക്ക്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, എന്താണ് ഉസ്താദ് നമുക്ക് പുറത്തിറങ്ങാൻ അവകാശമില്ലേ? ഉണ്ട്, ഇല്ല എന്നല്ല. നിങ്ങൾ പുറത്തിറങ്ങിക്കോ, മുഖമൊക്കെ മറച്ച് അമൃത്ത് മറച്ച് പുറത്തിറങ്ങിക്കോ. അപ്പം ആളുകൾ ഇനി കല്യാണം കഴിഞ്ഞില്ലേ പിന്നെന്തിനാ ആളുകളെ കാണിച്ചു കൊടുക്കുന്നത്? പിന്നെ ഭർത്താവിന് കാണിച്ചു കൊടുക്കുക സൗന്ദര്യമൊക്കെ. അപ്പോൾ നല്ല വൃത്തി അത് ഏറ്റവും വലിയ മൂലഘടകമാണ്. ബെഡ്റൂം വൃത്തി ഉണ്ടാവുക, ബാത്റൂം വൃത്തി ഉണ്ടാവുക, വീട് വൃത്തി ഉണ്ടാവുക, വസ്ത്രങ്ങൾ വൃത്തി ഉണ്ടാവുക. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളൂ ചെയ്ത് കടന്നു വന്നു, പല്ല് തേച്ച് കടന്നു വന്നു. പല്ല് തേക്കാതെ ഉള്ളിയൊക്കെ തിന്നിട്ടേ പല്ല് തേക്കാതെ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങാനുള്ള അവസ്ഥ എന്തായിരിക്കും? ഭാര്യ എന്തെങ്കിലും ചോദിക്കും, നിങ്ങൾ എന്തിനാ വരെ പോയിട്ട് വരുമ്പോൾ വൈകിയല്ല പഠിച്ചോനെ. പിന്നെ ഭർത്താവ് അങ്ങോട്ട് നോക്കുവോ? ഭർത്താവ് പല്ല് തേക്കാതെ വന്നിട്ട് മത്തിക്കറിയാണ് കൂട്ടിയെന്ന് കരുതിയേക്ക്, മത്തിക്കറിയും കൂട്ടിയിട്ട് ഭാര്യ വന്നു. എന്നിട്ട് ഭർത്താവിനോട് സംസാരിക്കും, നിങ്ങൾ എന്താ ഇന്ന് വൈകുന്നേരം വരെയും വൈകിപ്പോയത്? പിന്നെ ഭർത്താവ് അങ്ങോട്ട് തിരിയില്ല, നേരെ തല തിരിച്ചോർക്കും, ഉത്തരം പറയും. തല തിരിച്ചിട്ടാ ഉത്തരം പറയാ. അങ്ങനെ ഒരവസ്ഥകൾ ഉണ്ടാക്കരുത്. നിങ്ങൾ പല്ല് തേച്ചിട്ട് ഉറങ്ങാൻ പോയി, ഉറങ്ങുന്ന സമയത്ത് പല്ല് തേക്കണം എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. 2 പേരും പല്ല് തേക്കുക, 2 പേരും ഉളുവെടുക്കുക. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, അല്ലാഹുവേ പിശാചിനെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റണേ എന്നുള്ളൊരു ദുആ. വജന്നിബി ശൈത്വാന മാ റസഖതനാ,
ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന മക്കളിൽ നിന്നും പിശാചിനെ അകറ്റണേ എന്ന് ഭാര്യയും ഭർത്താവും ദുആ ചെയ്തു. ഈ ദിക്ർ ചൊല്ലി ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. ഇതിൽ നിന്നൊരു കൺമണി ഉണ്ടായാൽ, ഇതിൽ നിന്നൊരു കുരുന്നുണ്ടായാൽ, ഇതിൽ നിന്നൊരു മകനുണ്ടായാൽ ആ മകന് പിശാചിന്റെ ബാധയുണ്ടാവൂല. ആ മകന് ഉമ്മു സുബിയാൻ എന്ന് പറയുന്ന മക്കളെ വഴികേടിലേക്ക് നയിക്കുന്ന, വഴിപിഴപ്പിക്കുന്ന പിശാചിന്റെ ബാധ, പിശാചിന്റെ സ്പർശനം ഉണ്ടാകൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരായി ഇനി കല്യാണ ദിവസം ഫോൺ വിളിക്കാൻ നിൽക്കണ്ട, ഇപ്പോൾ തന്നെ പഠിച്ചേക്ക്. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബിശ് ശൈത്താന മാ റസഖതനാ. നീ നൽകാൻ പോകുന്ന മക്കളിലും ഞങ്ങളിൽ നിന്നും പിശാചിനെ അകറ്റണേ എന്നതാണ് അതിന്റെ ദുആ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു ദുആ ചെയ്തിട്ട് ബന്ധപ്പെട്ട മക്കൾ വഴിപിഴക്കൂല ഇൻഷാ അല്ലാഹ്. എന്തേ കുല്ലു ശൈഇൻ ദീ ബാലിൻ, ഈ ഒരു ഹദീസ് മതി. കുല്ലു ശൈഇൻ ദീ ബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹ്. അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങാത്ത എല്ലാ വസ്തുക്കളും ഫഹുവ അബ്തറു, അത് ബർക്കത്തില്ലാത്ത വസ്തുക്കളാണ്. ബിസ്മി ചൊല്ലാതെ മുറിയിൽ കയറി ബിസ്മി ചൊല്ലാതെ ബന്ധപ്പെടാത്ത ബന്ധങ്ങൾ, അതിൽ നിന്ന് മക്കളുണ്ടായാൽ ഫഹുവ അബ്തറു, ആ മക്കൾ എന്താണ്? ബർക്കത്തില്ലാത്ത മക്കളാണ്. കുല്ലു ശൈഇൻ ദീ ബാലിൻ, എല്ലാ നല്ല കാര്യങ്ങളും ലം യുബ്ദഅ ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങാത്ത എല്ലാ നല്ല കാര്യങ്ങളും ഫഹുവ അബ്തറു, അതിൽ ബർക്കത്തില്ല, ബർക്കത്ത് മുറിഞ്ഞു പോയതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആലോചിക്ക്, മക്കൾ വഴിപിഴച്ചു പോയി, ഞാൻ ബിസ്മി ചെല്ലാറുണ്ടോ, ഞാൻ ദിക്ർ ചെല്ലാറുണ്ടോ, ഓതു കൊടുത്തിട്ടാണോ വരുന്നത് എന്നൊക്കെ ആലോചിക്കുക. എന്നിട്ട് ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ ഇന്നു മുതൽ നമ്മൾ തുടങ്ങാം. തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? ഖൈറുക്കും ലി അഹ്ലിഹി, സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവൻ. അത് എന്തോ ഒരു നല്ലൊരു ഹദീസാണ്. നബി തങ്ങളുടെ ഹദീസിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നാണ്. കാരണം ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ലതേ ചെയ്യൂ. എന്തേ, ഞാൻ ഇന്ന് കണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാനൊന്നുമില്ല, അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കാണ്ട്, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യൂല, തെറ്റൊന്നും ചെയ്യും, നല്ലത് ഇവിടെ ചെയ്യൂ, നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ സാമൂഹിക പ്രവർത്തകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരൊക്കെ പുറത്ത് കാണുമ്പോൾ നല്ല ആളാണ്, നല്ല രീതിയിൽ പെരുമാറും, അടുത്ത ഇലക്ഷനിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെയൊന്നുമല്ല നല്ലവനാണോ ചീത്തവനാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. എവിടെ? ഭാര്യയോടുള്ള സമീപനം എങ്ങനെ? വീട്ടിൽ ഇയാളെങ്ങനെ? എപ്പോഴും ഭാര്യയെ കുറ്റപ്പെടുത്തി ചീത്ത പറയുന്ന ആളാണോ? ചായക്ക് പഞ്ചസാര തികയാത്തതിൻ്റെ പേരിൽ ചീത്ത പറയുന്ന ആളാണോ? കറിക്ക് ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ പാത്രങ്ങളൊക്കെ പൊട്ടിക്കുന്ന ആളാണോ? ഇസ്തിരിയുടെ ആ ഒരു എന്താ പറയുക, ചുരുണ്ടുപോയത് നിവരാത്തതിൻ്റെ പേരിൽ ഭാര്യയോട് പിണങ്ങുന്ന ആളാണോ? പോയി, ഒന്നിനും കൊള്ളൂല, നീ ഒന്നിനും പറ്റാത്തവനാണ്. നീ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിന്റെ ഭാര്യയോടാണ്. കാരണം ഭാര്യമാർ നമ്മൾക്ക് ചെയ്യുന്ന എത്ര ഉപകാരങ്ങൾ നിങ്ങൾ ഓർക്കാറുണ്ടോ? നമ്മൾക്ക് ഭക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ല, നമ്മുടെ മക്കളെ പോറ്റാൻ അവർക്കതിൻ്റെ ഡ്യൂട്ടിയില്ല, നമ്മുടെ വസ്ത്രം അലക്കുകയാണ് അവരുടെ ഉത്തരവാദിത്തമല്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്ന വിഷയമാണ്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ വസ്ത്രം അലക്കുക എന്നത് ഭാര്യയുടെ ബാധ്യതയല്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ചിട്ട് ഭാര്യ ഭർത്താവിൻ്റെ വസ്ത്രം അലക്കി കൊടുക്കുക, നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യുക. ആ ഉപകാരം ചെയ്തതിൽ ഒന്ന് വസ്ത്രത്തിൻ്റെ ഒരു കറ പോവാത്തതിൻ്റെ പേരിൽ ഭാര്യ അടിക്കുക, ഭാര്യയെ ചീത്ത പറയുക. എന്താണിത്? ഭാര്യ ചെയ്തു തരേണ്ട ബാധ്യതയിൽ വീഴ്ച വരുത്തിയാൽ നമ്മൾ ദേഷ്യപ്പെടാം. ഇങ്ങോട്ട് ചെയ്തു തരേണ്ട ബാധ്യതയിൽ നമ്മുടെ ഭാര്യമാർ വീഴ്ച വരുത്തിയാൽ ഭാര്യമാരോട് നമ്മൾക്ക് ദേഷ്യപ്പെടാം. പക്ഷെ ഇത് ബാധ്യതയല്ലല്ലോ, ഇങ്ങോട്ട് ചെയ്യുന്നൊരു ഓഫറാണ്. ആ ഓഫറിൽ വീഴ്ച പറ്റിയതിൻ്റെ പേരിൽ എങ്ങനെയാണ് നമ്മൾക്ക് ദേഷ്യപ്പെടാൻ പറ്റുക? അതുകൊണ്ട് സഹോദരന്മാർ, എക്സ്ക്യൂസ് വേണം, ഇളവ് വേണം. വസ്ത്രത്തിൻ്റെ ചുരുണ്ടുപോയ ഭാഗം നിവരാത്തതിൻ്റെ പേരിൽ പിണങ്ങരുത്, ദേഷ്യപ്പെടരുത്, തെറ്റി നിൽക്കരുത്. അതേപോലെ അലക്കിയിട്ട് ചളി പോവാത്തതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കരുത്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? ഖൈറുക്കും ലി അഹ്ലിഹി, ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നൊരു ചൊല്ലുണ്ട്, അല്ലേ?
ഒരാളുടെ തനി നിറം അറിയണമെങ്കിൽ അയാളുടെ കൂടെ കുറച്ചു കാലം ജീവിക്കണം, അയാളുടെ കൂടെ യാത്രയെങ്കിലും പോകണം. കൂടെ കിടക്കുന്ന ആളുകൾക്ക് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും കണ്ട് അസ്സലാമു അലൈക്കും നല്ല കുപ്പായം കതർക്കിട്ട് വരുമ്പോൾ മാഷാ അല്ലാഹ് നല്ല ആളാണല്ലോ അങ്ങനെ പറയണ്ട. ഇയാളുടെ വീടിൻ്റെ അവസ്ഥ എന്താണ്? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, സ്വന്തം ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവൻ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾക്ക് നാളെ സംസാരിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാരിലേക്ക് നാളെ ഇങ്ങനെ പോവാം, കുഴപ്പമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ തുടങ്ങിയതല്ലേ ഇന്ന് അല്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10:50 11 മണിയാകുമ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ്. നാളെ എത്ര മണിക്ക് തുടങ്ങും? 8 മണിക്ക്. എത്ര മണിക്കാണ് തുടങ്ങല്? 8 മണി. 7:30 തുടങ്ങും. 8 മണിക്ക് എനിക്ക് മൈക്ക് തരുമെങ്കിൽ അല്ലേ? നിങ്ങളൊക്കെ 8 മണിക്ക് എത്തുമോ? എന്നോട് പിരിവിൻ്റെ കാര്യം പറയാണ്. പിരിവിൻ്റെ ടെക്നോളജി തീരെ അറിയാത്ത ആളാണ് ഞാൻ. കുഴപ്പമില്ല, ഞാൻ പറയാം, നിങ്ങൾ തരുമെന്ന് എനിക്കറിയാം. നിങ്ങളിവിടെ പിന്നെ ഈ വടകര ചുറ്റുഭാഗത്ത് വന്നാൽ പൈസ ഉണ്ടാക്കാൻ ഉറപ്പാണ്. നല്ല മനുഷ്യന്മാർ 1000 10,000 സിമ്പിളായി എടുത്തിരുന്നാൽ നിങ്ങൾ തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് 2 ഓട്ടോറിക്ഷ വേണമെന്നാണ് പറഞ്ഞത്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് എത്ര? 2 ലക്ഷം രൂപ. ഇൻഷാ അല്ലാഹ് എന്തായാലും നാളാകുമെന്ന് എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. പെണ്ണുങ്ങളൊക്കെ ആവശ്യത്തോടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഒരാൾക്ക് തന്നെ ഏറ്റെടുക്കാനൊക്കെ ആവശ്യമുണ്ട്, അത് വേണ്ട, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഏറ്റെടുത്താൽ മതി. ഒരാൾ തന്നെ ഏറ്റെടുക്കല്ലേ, അപ്പോൾ എല്ലാവരുടെയും പ്രതിഫലം നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾക്ക് ചെയ്യാം. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് 8 മണിക്ക് നാളെ വരണം. എന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 3 മണിക്കൂറെങ്കിലും സംസാരിക്കുക. ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആവില്ലെങ്കിൽ 8 മണിക്ക് തുടങ്ങിയാൽ 9, 10, 11 ഒരു 3 മണിക്കൂറെങ്കിലും സംസാരിച്ച് ഇതേ വിഷയം, കുടുംബജീവിതം, പിന്നെ എങ്ങനെ മക്കളെ നോക്കൽ, ചെറുപ്പക്കാരിലേക്ക് ഇങ്ങനെ പോയി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പേര് നിർത്താം. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരൂലേ? നാളെ 8 മണിക്ക് എല്ലാവരും വരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല മൈക്കാണ്, നല്ല സദസ്സുമാണ്, നല്ല നാട്ടുകാരുമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാത്തിലും ബർക്കത്ത് ചെയ്യട്ടെ. ബിരിയരെ ഹദീസ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞൊരു മനോഹരമായൊരു ഹദീസാണിത്. ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന, ഒരാളും ഒരു ഭർത്താവും ഒരു ഭാര്യയെ വെറുത്തു പോവരുത്. ഒരു ഭർത്താവും ഒരു ഭാര്യയെ വെറുത്തു പോവരുത്. ഒരു ഭാര്യയും ഒരു ഭർത്താവിനെ വെറുത്തു പോവരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖാ, ഭാര്യയുടെ ഒരു സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഭാര്യയുടെ ഒരു വിശേഷണത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, റളിയ മിൻഹാ ആഖർ, അവളുടെ മറ്റൊരു സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തേ പറഞ്ഞത്? ഭാര്യ കാണാൻ ചുറുക്കില്ലാത്തൊരു ഭാര്യയാണെന്ന് സങ്കല്പിക്കുക. കാണാൻ സൗന്ദര്യമൊന്നുമില്ല. നിങ്ങൾ വെറുക്കണ്ട, ആ പെണ്ണിനെ നിങ്ങൾ വെറുക്കണ്ട. എന്തേ? ആ പെണ്ണിന് നന്നായിട്ട് കുക്ക് ചെയ്യാനറിയാം, പാചകം ചെയ്യാനറിയാം. അപ്പുറത്തെ വീട്ടിൽ നല്ലൊരു സുന്ദരി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ചായ വെക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഏതാ മെച്ചേതാ? അതുകൊണ്ട് ഒരു സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ മൊത്തം നിങ്ങൾ ഇകഴ്ത്തണ്ട. അവളുടെ മറ്റു ചില സ്വഭാവങ്ങൾ നമ്പർ 1 ആണ്. ഭാര്യയുടെ സ്വഭാവം തീരെ പോരാ, വൃത്തികെട്ട സ്വഭാവമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഇന്നാലിന്ന് സാരി വേണം, ഇന്നാലിന്ന് ചെയിൻ വേണം, ഇന്നാലിന്ന് മാല വേണം, നെക്ലൈസ് വേണം എന്നിങ്ങനെ ആവശ്യപ്പെടുന്ന, എപ്പോഴും പരാതി പറയുന്ന ചില ഭാര്യമാരുണ്ടാകും. നിങ്ങൾ വെറുക്കണ്ട. ഒരുപക്ഷെ ആ പെണ്ണിന് നല്ല സൗന്ദര്യം ഉണ്ടാകും. നിനക്ക് കാണുമ്പോൾ, മുഖം കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടാകും. ഒരുപക്ഷെ സൗന്ദര്യമില്ല, സ്വഭാവവുമില്ല, സൗന്ദര്യമില്ല, പാചകം ചെയ്യാനും അറിയാത്ത പെണ്ണാണ്, പക്ഷേ നല്ല സ്വഭാവമായിരിക്കും. ഒരു നിലക്കും ഒരു സ്വഭാവവും ഒരു നന്മയില്ലാത്തൊരു പെണ്ണ് ലോകത്തുണ്ടാവില്ല, ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഒരു നന്മയില്ലാത്തൊരു പെണ്ണ് ലോകത്തുണ്ടാവില്ല. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? മുകളിലുള്ള ആളെ നോക്കരുത്. എൻ്റെ ചങ്ങാതി കെട്ടിയിട്ടുണ്ട്, അവളുടെ ഭാര്യ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, അങ്ങനെ നോക്കരുത്. അവൾക്ക് നല്ല സ്വഭാവമാണല്ലോ, അത് നോക്കണ്ട. പുറത്ത് കാണുമ്പോൾ എല്ലാവരും നല്ല സ്വഭാവം തന്നെയാണ് അല്ലേ? പുറത്ത് കാണുമ്പോൾ ആ ബൈക്കിൽ പോകുന്ന കാണുമ്പോൾ, കാറിൽ പോകുന്ന കാണുമ്പോൾ, ഇപ്പുറത്തിങ്ങനെ ഭാര്യ കുത്ത കണ്ടില്ല അവർ പോകുന്നത്. അവർക്ക് എന്ത് സ്നേഹമാണ്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ, നിങ്ങൾ തുടക്കത്തിലേക്ക് എന്ത് സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു പരാതി പറയുന്നൊരു സ്വഭാവമുണ്ട് പെണ്ണുങ്ങൾക്ക്. ദയവ് ചെയ്ത് തിരുത്തുക, അതൊരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് തുടക്കത്തിൽ നല്ല സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരെ സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്ക് നിങ്ങൾ നിർത്തി. 1 മാസമായാൽ ആ പഴയ സ്നേഹത്തിലേക്ക് ഭർത്താവ് തിരിച്ചെത്തും. മനസ്സിലായോ? പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്.
പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ എന്നും സംസാരിക്കും, എന്നും ഫോൺ വിളിക്കും, എന്നും കൂടെ സഞ്ചരിക്കുന്നൊക്കെ പറയും. ഇപ്പം നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിച്ചാൽ എടുക്കൂല, ഇപ്പം നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യാറില്ല എന്ന ഒരു പരാതി നിരന്തരം പറയുമ്പോൾ ഭർത്താക്കന്മാർക്ക് ആ പെണ്ണുങ്ങളോട് വെറുപ്പ് തോന്നി തുടങ്ങും. നിങ്ങളത് നിർത്തി, പരാതി പറയുന്നത് നിർത്തി, ഒരു മാസം നിങ്ങളൊന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ വിചാരിക്കുന്ന പഴയ സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് പരാതി നിർത്തുക. അതേപോലെ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു നിനക്ക് തന്നതിനെ നീ തൃപ്തിപ്പെടണം. ഇത് ഉപ്പയും ഉമ്മയുമല്ല ആലോചിക്കുന്നത്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. കാളിയോ നാട്ടിലുള്ള ഖതീബോ ഉസ്താദുമാരോ ബ്രോക്കറോ അല്ല തീരുമാനിക്കുന്നത്. അള്ളാഹു മുമ്പേ നിശ്ചയിച്ചു വെച്ച ബന്ധമാണിത്. അള്ളാഹു മുമ്പേ നിശ്ചയിച്ചു വെച്ച ഭാര്യയാണിത്. നീ എത്ര തലകുത്തി മറിഞ്ഞാലും അള്ളാഹു കണക്കാക്കിയ പെണ്ണേ നിനക്ക് കിട്ടുള്ളൂ. പെണ്ണെ നിനക്ക് നീ അള്ളാഹു കണക്കാക്കിയ ഭർത്താവ് മാത്രമേ കിട്ടുള്ളൂ. നീ എത്ര തലകുത്തി മറിഞ്ഞ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും, എത്ര ബൈക്കെടുത്ത് ഏത് സ്കൂളിന്റെ പിന്നാലെ പോയാലും അള്ളാഹു കണക്കാക്കിയതല്ലാത്തൊരു പെണ്ണ് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹു നിനക്ക് കണക്കാക്കിയ പെണ്ണിനെയും അള്ളാഹു നിനക്ക് കണക്കാക്കിയ ആണിനെയും നീ തൃപ്തിപ്പെടണം. ഇദാ തസവ്വജത ഇംറഅതൻ, ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചാൽ ഫയജിബു അലൈക, നിനക്ക് നിർബന്ധമാണ്, നിന്റെ ഭാര്യയായി നിന്റെ ഭർത്താവായി അവളെ തൃപ്തിപ്പെടൽ നിന്റെ നിർബന്ധമാണ്. പിന്നെ മറ്റുള്ള പെണ്ണിനെ നോക്കണ്ട, സീരിയൽ നടിമാരെ നോക്കണ്ട, സിനിമാ നടിമാരെ നോക്കണ്ട, കളിക്കാരെ നോക്കണ്ട. നിനക്ക് അല്ലാഹു കണക്കാക്കിയത് ഇതാണ്. പിന്നെ നീ നോക്കുന്നുവെങ്കിൽ നിന്നെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കിയേക്ക്. മുകളിലുള്ള ആളെ നോക്കണ്ട, താഴേക്കിടയിലുള്ള ആളെ നോക്ക്. അപ്പോൾ നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. പെണ്ണുങ്ങൾക്ക് പരാതി, എന്നെ ടൂർ കൊണ്ടുപോകുന്നില്ല, എന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നില്ല. ഇതിൻ്റെ പേരിൽ ഡിവേഴ്സ് നടന്നിട്ട് നിങ്ങൾക്കറിയോ? ഭർത്താവിന് ബൈക്ക് റൈഡ് ചെയ്യാൻ അറിയുന്നില്ല എന്ന പേരിലൊക്കെ കേരളക്കരയിൽ പിന്നെ ഡിവേഴ്സ്, വിവാഹമോചനം നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? കളവല്ല, തമാശയല്ല, ബൈക്ക് ഓട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യേണ്ട? ബൈക്കല്ല, സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്ത ഭർത്താക്കന്മാർ താഴെ ഉണ്ടാകും. അത് നോക്ക്. അപ്പോൾ മാഷാ അല്ലാഹ്, എൻ്റെ ഭർത്താവിന് കാർ അറിയുന്നുണ്ടല്ലോ, ഇവനെ പോലെ സൈക്കിളിലല്ലല്ലോ പോകുന്നത്, നടന്നിട്ടല്ലല്ലോ പോകുന്നത്, മാഷാ അല്ലാഹ്. എപ്പോഴും താഴേക്കിടയിലുള്ള ആളുകളെ നോക്കുക. എപ്പോഴും മുകളിലുള്ള ആളുകളെ നോക്കിയാൽ നിരാശ വർദ്ധിക്കും, ടെൻഷൻ വർദ്ധിക്കും. അള്ളാഹുവിൻ്റെ ഖലാഇൽ വിശ്വസിക്കുക. ഇത് അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ്, കണക്കാക്കിയതാണെന്നൊരു വിശ്വാസം നമ്മൾക്കുണ്ടായാൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഒരിക്കലും എന്തുണ്ടാവൂല, പരസ്പരം വെറുക്കേണ്ട ഒരു സ്വഭാവം ഉണ്ടാവില്ല. പെണ്ണുങ്ങൾ വിചാരിക്കുക, ആണുങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ട്, എന്നാൽ എല്ലാ കുറവിൻ്റെ ഭർത്താവിനില്ലല്ലോ. അപ്പുറത്തുള്ള വീട്ടിലുള്ള പുരുഷനില്ലാത്ത ഒരുപാട് മേന്മകൾ എൻ്റെ ഭർത്താവിനുണ്ട്, ഒരുപാട് നന്മകൾ എൻ്റെ ഭർത്താവിനുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരു സ്വഭാവത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും വെറുപ്പ് വന്നാൽ നമ്മൾ മറ്റൊരു സ്വഭാവം കണ്ടെത്തുക. ഒരു കാര്യത്തിൽ വെറുപ്പ് തോന്നിയാൽ മറ്റൊരു കാര്യത്തിൽ അവളെ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതുകൊണ്ട് ഒരാൾക്കും മറ്റൊരാളെ വെറുക്കാൻ അവകാശമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം